ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഈ സഭയിൽ കൂടിയവരും നമ്മുടെ കുടുംബങ്ങളും വിദേശ രാജ്യത്തുള്ളവരുമായ എല്ലാവർക്കും ജോലി, വരുമാനം, ഖൈറ്, ബർക്കത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله. നമ്മുടെ ഈ പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പഠനവുമായി ബന്ധപ്പെട്ട ഇൽമിന്റെ മജ്‌ലിസ് നമുക്ക് വീണ്ടും ഒത്തുചേരാൻ അല്ലാഹു ഭാഗ്യം നൽകി. റഹ്മാനായ റബ്ബ് നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ക്ലാസുകൾ നടന്നപ്പോൾ അതിൽ സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്ന ഈ പള്ളിയിലെ മുഅദ്ദിൻ ബഷീർ മുസ്ലിയാർ അടക്കമുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. നീ മഗ്ഫിറത്ത് നൽകണം, നീ മർഹമത്ത് നൽകണം. പലരും രോഗമോ അതല്ലെങ്കിൽ പ്രായമോ ഒക്കെ ആയി നമ്മുടെ ക്ലാസ്സിലേക്ക് വരാൻ സാധിക്കാതെ പോകുന്നവരുണ്ട്. അവർക്കെല്ലാം നീ ശിഫാവും ആഫിയത്തും നൽകണം. ഗർഭിണികളും പ്രസവിച്ച് കിടക്കുന്നവരും ഒക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന നല്ല താല്പര്യക്കാർ. അവർക്കൊക്കെ ഈ സദസ്സിന്റെ ബർക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഏറ്റവും മുഹിബ്ബീങ്ങളാണ്. അവർക്കെല്ലാം അല്ലാഹു തആല ഖൈറായതൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ എല്ലാവരുടെയും സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 8:30 മുതൽ 10 മണിയാണ് നമ്മുടെ ക്ലാസ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. 8:30 to 9:30, 9:45 വരെ നമുക്ക് ക്ലാസ്. ഒരു 1/4 മണിക്കൂർ നമുക്ക് ദുആയുമായി 10 മണിക്ക് നമുക്ക് തിരിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും അത് സൗകര്യമാണ്. വീടുകളിൽ നിന്ന് വരുന്ന ഉമ്മമാര്, സഹോദരിമാര്, അങ്ങനെ പലരും കല്യാണത്തിന് പോകേണ്ടവരൊക്കെ ഉണ്ടാവും. 10 മണിക്ക് നിർത്തി എനിക്ക് പിരിയാം എന്നൊരു പ്രതീക്ഷയിൽ വരുമ്പോഴാണ് അവർക്ക് സമയം കണക്കാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഒരു ദിവസം ക്ലാസ് 9 മണിക്ക് തുടങ്ങാം, അന്ന് നിർത്തൽ 11 മണിക്ക്. വേറൊരു ദിവസം ക്ലാസ് 8:30 തുടങ്ങാം, അന്ന് ക്ലാസ് 10. അപ്പോൾ ഒരു ഓർഡർ ഇല്ലാതെ ഇരിക്കുമ്പോൾ എല്ലാവരുടെ ടൈമും വളരെ വിലപ്പെട്ടതാണ്. ഓരോരുത്തർക്കും അവരവരുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ആ ടൈമിനെ നമ്മൾ മാനിച്ചുകൊണ്ട് എല്ലാവരും 8:30 മണി ക്ലാസ് ആരംഭിക്കുക, 10 മണിക്ക് സ്വലാത്ത് ചൊല്ലി വിളിക്കുക. ഈ രൂപത്തിലാണ് നമ്മുടെ തർത്തീബ് ഈ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് റമദാനിന് മുമ്പ് നമുക്ക് 3 ക്ലാസ്സുകൾക്ക് അവസരമുണ്ട്. ഈ 3 ക്ലാസ്സുകളിലും നമ്മൾ പ്രധാനമായി ഒരു പഠനം ഉദ്ദേശിക്കണം. ഈ 3 ക്ലാസ്സുകളിലും നമ്മൾ പ്രധാനപ്പെട്ട ഒരു പഠനം ഉദ്ദേശിക്കണം. എന്താണ് ആ പഠനം ഉദ്ദേശിക്കുന്നത്? സൂറത്തുൽ ഫാത്തിഹ. എന്റെ കയ്യിൽ കാണുന്ന ഈ കിതാബ് മുഴുവനും ഫാത്തിഹ മാത്രമാണ്. ഫാത്തിഹയെ സംബന്ധിച്ചുള്ള വിശദീകരണമല്ലാതെ ഏകദേശം 1000-ലധികം പേര്
ഫാത്തിഹയെ കുറിച്ചുള്ള തഫ്സീറിന്റെ ചെറിയ ഒരു അത്രയധികം വിഷയങ്ങളുള്ള ഫാത്തിഹ നമ്മൾ പഠിക്കുക തന്നെ. ഓരോ കാര്യവും അറിയുമ്പോഴല്ലേ നമുക്ക് അറിയാത്തതിലേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അറിയുന്നതിൽ നിന്നാണ് അറിയാത്തതിലേക്ക് പോകേണ്ടത്. അപ്പൊ നമ്മൾ ഒരു പഠിക്കാനുള്ള മനസ്സോടുകൂടി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്, നിങ്ങൾക്കും വേണ്ടിയാണ് ഞാനിപ്പോൾ ഓഫാക്കി വെച്ചത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ സഹകരിക്കണം. അപ്പോഴേ നമുക്ക് കൊണ്ട് പണി ചെയ്യുള്ളൂ. ഒരു ഫോൺ വന്ന് വരാൻ പറ്റും, വേറൊരു വിവരം വന്ന് വരാൻ പറ്റും. ഇതിപ്പോ ഫോണ് വരാത്ത സമയം ഉറപ്പല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള ഈ സമയം അതൊരു ഇബാദത്താക്കി നമ്മൾ നിയന്ത്രിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ നമ്മളൊരു ഇബാദത്തിനാണ്. ആരോടും ദൈവത്തില്ല, ആരോടും നമീമത്തില്ല, ആരോടും വഞ്ചനയില്ല, ചതിയില്ല, മറ്റു വേണ്ടാത്ത സംസാരങ്ങളില്ല, വേണ്ടാത്ത ആലോചനകളില്ല, വേണ്ടാത്ത നോട്ടമില്ല, ഒന്നുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൃത്യം 6:45 ഇവിടെ ഈ തിരിച്ചങ്ങോട്ട്. അപ്പൊ ഇന്ന് ഉച്ച വരെയുള്ള എൻ്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഈ ടൈം ഒരു വിവാദം. നിങ്ങൾ നിങ്ങളെ വീട്ടിലെ പുറപ്പെട്ടു, തിരിച്ചങ്ങോട്ടിന്റെ പോകും. ഇത് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരുക്കം നമുക്ക് കിട്ടുന്ന മാസത്തിലെ ഒരു ഒഴിവ് ദിവസമായ ഞായറാഴ്ച. അത് ആ രൂപത്തിൽ തന്നെ നിയ്യത്ത് വേണം. നമ്മുടെ ഒരു നിയ്യത്തിനാണ് അള്ളാഹുവിന്റെ അടുക്കൽ വരെയുള്ളത്. അപ്പൊ ആ രൂപത്തിൽ നിയ്യത്ത് ചെയ്ത് ഒന്നുകൊടുത്ത് പള്ളിയിലേക്ക് കയറുന്നതോടുകൂടെ ഇഅ്തികാഫിനെ കരുതുന്നത് അപ്പുറത്തിരിക്കുന്ന സഹോദരിമാർ അവരൊക്കെ എല്ലാവരും അങ്ങനെ ഒരു നല്ല നിയ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ കൂടെ ഇരിക്കും. നമ്മുടെ കൂടെ 2 മലക്കുകളുണ്ട്, അതിന് പുറമെ ധാരാളം മലക്കുകൾ കൂടെ ഇരിക്കും. അപ്പൊ നമ്മുടെ സദസ്സ് മൊത്തം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ചേർന്ന് ഒരു 250 ആളുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കാം അല്ലേ. അപ്പൊ 250 ആളുണ്ടെങ്കിൽ നമ്മളൊപ്പം 2 മലക്കുകളുണ്ട്. 2 മലക്കുകൾ കൂടുമ്പോൾ നമ്മൾ 250 ഉണ്ടെങ്കിൽ മലക്കുകൾ എത്ര? 500 അല്ലേ. മലക്കുകൾ 500. അപ്പൊ 500ഉം 250ഉം 750. റഹ്മത്തിന്റെ മലായിക്കത്ത്, ഹഫറത്തിന്റെ മലായിക്കത്ത്, ഫാത്തിഹയാണ് ചർച്ച. അതുകൊണ്ട് ഫാത്തിഹ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, അക്രീമായ മലായിക്കത്ത്, അവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ദുആ, ഓരോ സ്വലാത്ത്, ഓരോ തർബിയത്ത്, ഓരോ ഹർഫും അല്ലാഹുവിന്റെ അടുക്കൽ എത്ര ഇരട്ടിയാണ് പ്രതിഫലം? 1/10. അപ്പൊ നമ്മൾ മലക്കുകൾ കൂട്ടി 1000 ആളുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറായതൊക്കെ തരണേ അല്ലാഹ്, ശർറായതൊക്കെ ഒഴിവാക്കണേ അല്ലാഹ്. നേരത്തെ ഞാൻ ക്ലാസ് എടുക്കാൻ വരുമ്പോ രാവിലെ എന്നെ യാത്രയാക്കൽ എൻ്റെ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഒരു കട്ടൻ ചായ കുടിച്ച് ഉമ്മ മുതുകിലൊന്ന് തളവി മോൻ പോയിക്കോ എന്ന് പറഞ്ഞിട്ടൊരു സന്തോഷത്തിന്റെ യാത്രയപ്പാണ് ഉമ്മ തരാറ്. ഇന്നിപ്പോൾ എൻ്റെ ഉമ്മ കൂടെ ഉമ്മ ഒപ്പാത്തായി അല്ലാഹു തആല ആഖിറം സന്തോഷകരമായി. എന്റെ നേരെ താഴെയുള്ള ഒരു പെങ്ങൾ ഇതിനടുത്ത് മരണപ്പെടും. അല്ലാഹു ആഖിറം നന്നായി. അപ്പൊ നമുക്കൊക്കെ മരണപ്പെട്ടവരുണ്ട്, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നമ്മൾ 1000 ആളുകളെ ആമീൻ. 1/10 അല്ലാഹു സ്വീകരിച്ചാൽ 1000 10 എത്രയായി? അപ്പൊ ഇപ്പൊ ഈ സഭയിൽ നിന്ന് 10000 ആമീൻ നമ്മളെ മരിച്ചവരെ ഖബറിലേക്ക് കിട്ടി. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതോളം അല്ലെ, അങ്ങനെ ഓരോരുത്തരും. അപ്പൊ ഇത്ര വലിയൊരു സമ്പാദ്യമാണ് ഈ ക്ലാസ് എന്നത് നമ്മൾ ബോധത്തോടുകൂടി ചെയ്യണം. ഉറക്കത്തിൽ കാര്യമില്ല, നമ്മൾ ബോധത്തോടുകൂടി ചെയ്യണം. അതുകൊണ്ടാണ് കുട്ടിയുടെ വകതീവ് നഷ്ടപ്പെട്ടവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമല്ല. ആണോ? ഭ്രാന്തന്മാർക്ക് നിയമം ബാധകമല്ല. എന്തുകൊണ്ട്? അവർക്ക് നിയ്യത്തില്ല. കൊച്ചു കുട്ടികൾക്ക് നിയമം ബാധകമല്ല. എന്തുകൊണ്ട്? അവർക്ക് നിയ്യത്തില്ല. മോഹാലിസ്യപ്പെട്ട് അബോധാവസ്ഥയിൽ കടപ്പെടുന്നവർക്ക് നിയമം ബാധകമല്ല. എന്തുകൊണ്ട്? അവർക്ക് നിയ്യത്തില്ല. ആണോ? കാഫിര്യങ്ങൾക്ക് കാര്യം എന്തുകൊണ്ട്? അവർ നിയ്യത്ത് സഹിഹല്ല. അപ്പൊ നമ്മളെ മനഃശുദ്ധി, നമ്മുടെ ഹൃദയ സാന്നിധ്യം, നമ്മൾ അല്ലാഹുവുമായുള്ള ബന്ധം, അല്ലാഹുവിന്റെ നോട്ടം നമ്മുടെ കൽബിലേക്കാണ്. ആ കൽബ് അത് അല്ലാഹുവുമായി ബന്ധിച്ച് നിൽക്കുന്നുണ്ടോ? അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് സമയം വെറുതെ നഷ്ടപ്പെടുത്തിയല്ല,
പവിത്രമായിട്ടാണ്, വളരെ പവറോടുകൂടെ ഒരു ആമുഖമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഈ കോഴിക്കോട് പട്ടണത്തിലൊക്കെ ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി അല്ലേ എത്ര രൂപ വരും? ഇവിടെ നിങ്ങൾ ഈ ഇവിടെ ഒരു സ്ക്വയർ ഫീറ്റ് എന്ത് വരും? സ്ക്വയർ ഫീറ്റ് സെന്റ് എന്താണ്? ഒരു സെന്റ് 15 ലക്ഷം. 15 ലക്ഷം. ആ മാവൂരോടാണെന്നോ? നിങ്ങൾ മാണെങ്കിൽ വിറ്റാൽ മതി, ഞാൻ വില ചോദിച്ചിട്ടുള്ളൂ. അപ്പോ ആ മാവൂരോടാണെങ്കിൽ എത്രയാവും? കൂടുതലാവുന്ന ഉറപ്പല്ലേ? നല്ലൊരു സുമാറ് പറയാം. 50 ലക്ഷം രൂപ അല്ലേ? എന്നാൽ ഞാൻ ഒരിക്കൽ ദുബായിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു ബോർഡ്, വേൾഡിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഭൂമി. അതേതാണ്? ആ ബുർജ് ഖലീഫ നിൽക്കുന്ന സ്ഥലം അതിനു വേണ്ടി അക്വയർ ചെയ്തിട്ട് വേലി കെട്ടി വെച്ചിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ട് വേൾഡിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഭൂമി. അപ്പൊ എന്റെ വിലത്തിലെ അപ്പൊ ഈ ഭൂമിക്ക് മൊത്തം ഒന്ന് വിലക്കെട്ട് വെക്കാൻ, ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഒന്ന് വില കണക്കാക്കി നോക്കൂ. ഇതൊന്ന് മനസ്സിൽ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്ക് നമ്മൾ സ്വീകരിക്കണം. എന്താണത്? സ്വർഗത്തിൽ കിട്ടുന്ന ഒരു സ്ക്വയർ ഫീറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ നാവുകൊണ്ട് നമുക്ക് നൽകിയ സന്തോഷവാർത്ത. സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ക്വയർ ഫീറ്റ് ഈ ഭൂമിയും അതിലുള്ള മുഴുവൻ സമ്പാദിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഒരു സ്ക്വയർ ഫീറ്റിന് വേണ്ടിയാണ് നമ്മുടെ അധ്വാനം. ആ ഒരു സ്ക്വയർ ഫീറ്റിനെ സമ്പാദിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നീയത്ത്. അതിനു വേണ്ടിയാണ് ക്ലാസ്, അതിനു വേണ്ടിയാണ് പഠനം, അതിനു വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പൊ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നമ്മളെ വീട്ടിൽ തിരിച്ചെത്തുന്നത്, നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ക്വയർ ഫീറ്റ് ഇവിടെ നമുക്ക് എത്ര വിലയുള്ളത് കിട്ടിയാലും എത്ര കാലം ഉപയോഗിക്കാം? ആയുസ് ഉള്ളതെന്ന് ഉപയോഗിക്കാം അല്ലേ? എത്രയാണ് ആയുസ്? നമ്മൾ ആയുസ് എത്രയാണ് അറിയില്ല. നമ്മൾ വലിയ വില കൊടുത്തിരിക്കുന്ന ഭൂമി ഒരൊറ്റ ഭൂകമ്പം ഉണ്ടായാൽ അത് കഴിഞ്ഞു, ഒന്ന് തരിച്ചാ പോയതിന്റെ മാറും അല്ലേ? നമ്മൾ വലിയ വില കൊടുത്ത് 50 ലക്ഷം കൊടുത്തിട്ട് ഭൂമി വാങ്ങി, രണ്ടാമത്തെ ദിവസം പത്രത്തിൽ വെറുതെ ഒരു വാർത്ത കൊടുത്തു വരാം. എന്താ വാർത്ത കൊടുക്കുന്നത്? ആ ഭാഗത്ത് ഭൂമി കുരുക്കം അനുഭവപ്പെടുന്നു. കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ നമ്മൾ എത്ര വില പിടിപ്പെടുന്നത് കൊടുത്തിട്ടും കാര്യമില്ല, അത് മൂല്യമില്ലാത്തതാണ്, അതൊക്കെ താൽക്കാലികമാണ്. അതേ സമയത്ത് സ്വർഗത്തിലെ ഒരു സ്ക്വയർ ഫീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കാലാകാലം പിന്നെ സ്വർഗത്തിൽ തന്നെ, കാലാകാലം സ്വർഗത്തിൽ തന്നെ. എങ്ങനെ സ്വർഗത്തിൽ ക്യാൻസർ ഇല്ല, അറ്റാക്ക് ഇല്ല, സ്വർഗത്തിൽ മെഡിക്കൽ കോളേജ് ഇല്ല, സ്വർഗത്തിൽ ഹോസ്പിറ്റൽ ഇല്ല, സ്വർഗത്തിൽ പോലീസ് സ്റ്റേഷൻ ഇല്ല, സ്വർഗത്തിൽ കോടതി ഇല്ല, സ്വർഗത്തിൽ പോലീസ് സ്റ്റേഷൻ ഇല്ല, സ്വർഗത്തിൽ LDF UDF ഉണ്ടോ? ഇല്ല. സ്വർഗത്തിൽ അങ്ങനെ പാർലമെന്റ് പാർട്ടിയുള്ളതുണ്ടോ? സ്വർഗത്തിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. സ്വർഗത്തിൽ അങ്ങനെ കോടതി, അവിടെ കച്ചറുണ്ടാകണമെങ്കിൽ കോടതി ആവശ്യമുള്ളൂ. സ്വർഗത്തിൽ പോലീസ് സ്റ്റേഷൻ അവിടെ അങ്ങനെ വിഷയങ്ങളുണ്ടെങ്കിൽ പോലീസിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെയുള്ള സ്വർഗത്തിൽ ഒരു സ്ക്വയർ ഫീറ്റ് സമ്പാദിക്കും. അത് നിങ്ങൾക്ക് ഭൂമിയും അതിലുള്ള എല്ലാം സമ്പാദിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമ്പാദ്യം നേടിയെടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടാകേണ്ടത് അടുത്ത മുഅ്മിൻ, വിശ്വാസി, ഈമാനുള്ള ഒരാൾക്ക് ആ ഒരു സ്ക്വയർ ഫീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ അവന്റെ കയ്യിലുണ്ടാകേണ്ട ഒരു അടിസ്ഥാന മുതൽ അത് സൂറത്തുൽ ഫാത്തിഹ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാകും, വെളിച്ചമുണ്ടാകും.
ആരോഗ്യമുണ്ടാകും, ക്ഷീണമുണ്ടാകും. സാമ്പത്തികമായ ക്ഷാമമുണ്ടാകും, ക്ഷേമമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ മാനസികമായ അല്ലലും അലട്ടും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളെ കൊണ്ട് വലഞ്ഞതുണ്ടാകും. നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത പല പ്രതിസന്ധികളും. ഇപ്പൊ ഈ കൂട്ടത്തിൽ ആരാണ് ഒരു വിഷയമില്ലാത്ത ആള്? എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുന്നു. ഒരാൾക്ക് കേസ് ഏതാണ്? ഒരാൾക്ക് സാമ്പത്തിക കേസാണ്, മറ്റേയാൾക്ക് കുടുംബ പ്രശ്നമാണ്, മറ്റേയാൾക്ക് ഭാര്യയും അയാളും തമ്മിലുള്ള പ്രശ്നമാണ്, മറ്റേയാൾക്ക് മക്കളെ കൊണ്ടുള്ള പ്രശ്നമാണ്, അല്ലെ? മറ്റേയാൾക്ക് വേറെന്തെങ്കിലും മുസീബത്ത് പറ്റിയിട്ടുള്ള വിഷയമാണ്, മറ്റേയാൾക്ക് ഒരു കേസ് പെട്ടിട്ട് അത് രക്ഷപ്പെട്ടു. ആർക്കാ പ്രശ്നമില്ലാത്തത്? എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് മുമ്പിലും അടിസ്ഥാനപരമായ രക്ഷയുടെ കവചം അത് സൂറത്തുൽ ഫാത്തിഹ. അത് സൂറത്തുൽ ഫാത്തിഹ. സന്തോഷമുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ഒരുങ്ങാൻ നമ്മൾ ഉസ്താദുമാർ എന്താ ചെയ്യാൻ? അൽ ഫാത്തിഹ. ദുഃഖമുള്ള ഒരു വിഷയത്തിൽ ഒരുങ്ങാൻ അൽ ഫാത്തിഹ. പ്രതീക്ഷ ഉള്ള ഒരു വിഷയത്തിൽ ഒരുങ്ങാൻ അൽ ഫാത്തിഹ. നിങ്ങൾ ഓർത്തു നോക്കൂ, എല്ലാറ്റിനും മുമ്പിൽ എല്ലാ സംഗതികൾക്കും ഒരു ഫാത്തിഹയാണ്. അപ്പൊ ഫാത്തിഹ നമ്മൾ എപ്പോഴും കേൾക്കുന്നതും ഉപയോഗിക്കുന്നതുമായപ്പോൾ നമുക്കതിന്റെ മഹത്വം അറിയാതെ പോയി. അതിന്റെ മഹത്വം അറിയാതെ പോയി. അത് പാടില്ല. ഫാത്തിഹത്തുൽ കിതാബ് ഉമ്മുൽ കിതാബ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നല്ല, അള്ളാഹുവിന്റെ കിതാബുകൾ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാം ചേർന്ന ആശയങ്ങളുടെ മുഴുവൻ സമാഹാരമായ വിശുദ്ധ ഖുർആന്റെ മുസഹഫിലെ തർത്തീബിൽ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്തിന് പ്രസിദ്ധമായി അറിയപ്പെട്ട 14 പേരുകളുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ പേരുകൾ പലതുമായി സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വർദ്ധിച്ച ആളുകൾക്ക് സ്ഥാനങ്ങൾക്കനുസരിച്ചുള്ള പേരുകളും വർദ്ധിക്കും. അല്ലേ? ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയെ ലീഡർ എന്ന് പറയും, ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയും, ഒരു വലിയ പണ്ഡിതൻ ഖബറുടെ മാർഗം, സുൽത്താനുടെ മാർഗം, ഷെയ്ഖുനായിരുന്നു, ഉസ്താദ് എന്ന് പറയും. ആളുകളുടെ മഹത്വത്തിനനുസരിച്ച് വിശേഷണ പേരുകൾ വർദ്ധിക്കും. വിശേഷണ പേരുകൾ വർദ്ധിക്കും. ഫാത്തിഹയുടെ മഹത്വം അനുസരിച്ച് അതിന് വിവിധ പ്രധാനപ്പെട്ട പേരുകളുണ്ട്. ആ പ്രധാനപ്പെട്ട പേരുകൾ ഓരോന്നും പ്രത്യേകം പ്രത്യേകം അർത്ഥമാക്കുന്നത്. അതിൽപ്പെട്ട ഒരു പേരാണ് നമ്മൾ കൊടുത്തത്. നമ്മളെന്താ കൊടുത്തത്? ഉമ്മുൽ കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞു. നബി തങ്ങൾ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞു. നബി തങ്ങൾ ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞു. ഇങ്ങനെ നബി തങ്ങൾ വഹയിന്റെ നാവുകൊണ്ട് തന്നെ ഈ സൂറത്തിന് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഓർമ്മപ്പെടുത്തി. സാധാരണ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിച്ചതുപോലെ 114 സൂറത്തുകളാണ് ഖുർആൻ. ആ സൂറത്തുകൾ ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ ജീവിത സമയത്ത് മക്കയിൽ അവതരിച്ചു. അത് മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ മറ്റൊന്ന് മദീന ജീവിതത്തിൽ അവതരിച്ചത്, അതിന് മദനി എന്ന് പറഞ്ഞു. മക്കിയെ അല്ലെങ്കിൽ മദനി, അങ്ങനെയാണ് ആ സൂറത്തുകൾക്ക് പേര്. അപ്പൊ ഏത് സൂറത്തും ഒരു പക്ഷേ മക്കയിൽ അവതരിച്ചു അല്ലെങ്കിൽ മദീനയിൽ അവതരിച്ചു. ഈ സൂറത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലും ഒരു പ്രാവശ്യം അത് അവതരിപ്പിച്ചിട്ടുണ്ട്, മദീനയിലും ഒരു പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൂറത്തിന് മക്കിയിൽ മദനിയിൽ 2 സ്ഥാനങ്ങളും ഈ സൂറത്തിന്. മക്കയിൽ അവതരിപ്പിച്ച സൂറത്ത്, മദീനയിൽ അവതരിപ്പിച്ച സൂറത്ത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തുൽ മുക്കറമയിൽ ജീവിക്കുക. സ്വഹാബാക്കളൊക്കെ ചുറ്റുഭാഗത്തുണ്ട്, പല സ്വഹാബാക്കളും.
അപ്പൊ റസൂലുള്ളാഹി പെട്ടെന്ന് ആകാശത്തേക്ക് ഇങ്ങനെ എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബാക്കളെ, ആകാശവാതിലുകളിൽ ഇതുവരെ തുറക്കപ്പെടാത്ത ഒരു വാതിൽ ഇന്ന് ആദ്യമായി തുറക്കപ്പെട്ടു. ഇതുവരെ ഭൂമിയിൽ വന്നിട്ടില്ലാത്ത പുതിയ മലക്കുകൾ ആ വാതിലുകൾക്ക് കൂടെ ഭൂമിയിലേക്ക് വരുന്നു. ആ മലക്കുകൾ വരുമ്പോൾ അവർ കൊണ്ടുവരുന്നത് ഒരു നിധിയാണ്. അല്ലാഹുവിന്റെ അർശിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിധിയാണ് അവർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പൈശാചികമായ യാതൊരു ഉപദ്രവങ്ങളും അതിന് വരാതിരിക്കുന്നതിന് ആ മലക്കുകളുടെ രണ്ട് ഭാഗത്തും സെക്യൂരിറ്റി മലക്കുകൾ നിറഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റികളായിട്ട് മലക്കുകൾ നിറഞ്ഞിട്ടുണ്ട്. ആ മലക്കുകളുടെ മുൻനിരയിൽ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. അങ്ങനെ ആ ഒരു മലായികത്തിന്റെ ബറ്റാലിയൻ ആകാശ ലോകത്തെ പുതിയൊരു ഡോർ തുറന്നിട്ട് ഇതുവരെ ഭൂമിയിൽ വന്നിട്ടില്ലാത്ത പ്രത്യേക മലക്കുകളുടെ സാന്നിധ്യത്തിൽ അവർ വരുന്നുണ്ട്. സ്വഹാബാക്കൾ ചോദിച്ചു, എന്താ എന്താ പ്രത്യേകത? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ 100 ഏടുകൾ നേരത്തെ കൊടുത്തത്, അതിലുള്ള വിവരങ്ങളെല്ലാം അടങ്ങിയതാണ് 3 കിതാബ്. ആ 3 കിതാബുകൾ അടങ്ങിയ വിവരങ്ങളൊക്കെ അടങ്ങിയതാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനും നേരത്തെയുള്ള കിതാബുകളും അതിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഏതാണോ ആ ആശയങ്ങളെ മുഴുവനും സാംസ്കീകരിച്ച, ആ ആശയങ്ങളെ മുഴുവനും ഉൾക്കൊണ്ട അടിത്തറയാണ് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ സൂറത്തുമായിട്ടാണ് ആ മലക്കുകൾ വരുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. അത്ര പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മളെ ഫാത്തിഹ ഓരോരോ ഓതി, ഓതാത്തോരോ ഓതിയില്ല, ഓരോരെന്നെ എന്റെ ഓതിയെന്നാണ്. നമ്മൾ ഓതിയത് തന്നെ ഫാത്തിഹന്റെ മുഴുവൻ ഹർഫോ ആയിട്ടുണ്ടോ, അത് മഖ്റജിനായിട്ടുണ്ടോ, അതായത് മഖ്റജിനും ചെയ്തൊക്കെ ആയിട്ടുണ്ടോ? നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിക്കാൻ കറി കൂടി, അതിൽ എരിവ് കൂടി എന്നാ കഴിക്കാൻ പറ്റും, ഉപ്പ് കൂടി എന്നാ കഴിക്കാൻ പറ്റും, ഉപ്പ് തീരല്ല എന്നാ രുചിയുണ്ടാവും. അത് ഏത് നിങ്ങൾ ഓർത്തു നോക്കി, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിന്റെ ചേരുവകളൊക്കെ അതിനോട് ചേർന്ന് വരും അല്ലേ? ഫാത്തിഹ ഓതുമ്പോൾ അതിന് ചേരേണ്ട ചേരുവകളൊക്കെ അതിൽ ചേർന്ന് വരണം. അതുകൊണ്ട് ഫാത്തിഹയുടെ ചേരുവകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സൂറത്തിന്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യണം, സൂറത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ചെയ്യണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് എന്താണ് സൂറത്ത് ഓർമ്മപ്പെടുന്നത്? കൻസും മിൻ കുനൂസി അർശ്, എന്റെ അർശിന്റെ അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിധിയായിട്ടാണ് മലക്കുകൾ വരുന്നത്. അത്ര പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയെ പറ്റി പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലിസ്തിമാരി ഹാലിൽ മആനി ഫീൽ ഖുർആൻ അലാമായി ബയാൻ. എന്തെല്ലാം വിശദീകരണങ്ങൾ ലോകത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആവശ്യമുണ്ടോ അതെല്ലാം അല്ലാഹുവിന്റെ കിതാബിലുണ്ട്. ആ കിതാബിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ അതിന്റെ അടിത്തറ, അതിന് അത്യാവശ്യമായ എല്ലാം ഒരു കാലത്ത് എല്ലാം ആണ് നഷ്ടപ്പെട്ടു. ഫാത്തിഹ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ഫാത്തിഹ കൊണ്ട് മാത്രം ബാക്കി എല്ലാ കിതാബുകളിലുള്ള ആശയങ്ങൾ നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കും. അത്ര ശക്തിയുള്ളതാണ്. അത് 7 ആയത്തുകളാണ്, 156 ഹർഫുകളാണ്. ആ ആയത്തിൽ നിന്നോ ഹർഫുകളിൽ നിന്നോ ഒന്നും വിട്ടുപോകാത്ത പാരായണം, ഒന്നും വിട്ടുപോകാത്ത പാരായണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ ഫാത്തിഹ ഓതും. ചെറിയ പ്രായത്തിൽ തന്നെ ഫാത്തിഹ ഓതി പഠിക്കുമ്പോൾ അതിന്റെ മഖ്റജും നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ഓതി പഠിക്കും. മോശപ്പെട്ട രീതിയിൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് പിന്നെ നന്നായി പഠിക്കാൻ പിന്നെ വലിയ ബുദ്ധിമുട്ട്. അതിലാണ് നല്ലത് തീരെ പഠിക്കാത്തവരെ പഠിക്കണം.
തീരെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ലാത്ത ആളെ പഠിപ്പിക്കാൻ നല്ല സുഖം. കുറച്ച് പഠിച്ചിട്ട് കേടെന്നവരെ പഠിപ്പിക്കാൻ നല്ല അധ്വാനിക്കണം. അത് നമുക്ക് വേഗം ബോധ്യപ്പെടും. എന്ന പോലെ കുട്ടികളും നമ്മളൊക്കെ ഫാത്തിഹ ഓതി പഠിക്കുമ്പോൾ അത് ചെറുപ്പത്തിൽ തന്നെ അതിന്റെ അക്ഷരശുദ്ധിയോടുകൂടെ അതിന്റെ കൃത്യതയോടുകൂടെ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മളൊക്കെ അറിയുന്നത് പോലെ ആയിഷ ബീവിക്ക് റസൂലുള്ളാഹിയാണ് ഭർത്താവ്. നബി തങ്ങൾ 63 പൂർത്തിയായി, ആയിഷുവിന് 18 പൂർത്തിയായി. ആയിഷ ബീവിക്ക് 18 പൂർത്തിയായി, നബി തങ്ങൾ വഫാത്തായി. പിന്നെ ആയിഷ ബീവി വഫാത്താകുന്നത് ഒരു പക്ഷേ 65-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 63-ാമത്തെ വയസ്സ്. രണ്ട് ചരിത്രവും കാണാം. 65-ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവി വഫാത്തായതെങ്കിൽ 18 മുതൽക്ക് 65-ലേക്ക് എത്ര കൊല്ലം? ഞായറാഴ്ച വീട്ടിൽ പോയി നിങ്ങളാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാൾക്ക് 45, മറ്റേക്ക് 47 ഇരിക്കണം. അപ്പോ അത്രയും കാലം 18 മുതൽക്ക് 65 ആ ഇടയ്ക്ക് റസൂലുള്ളാഹി വഫാത്തായ ശേഷം നബി തങ്ങളുടെ ഭാര്യമാരെ കല്യാണം കഴിക്കാൻ ആർക്കും പാടില്ല. എന്തുകൊണ്ട്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കുള്ള ഉമ്മമാരാണ്. അത്രയും കാലം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ റസൂലുള്ളാഹിനെ കൂടെ ആയിഷ ബീവി ജീവിച്ചത് തന്നെയാണ് 30 വർഷം. അല്ലേ? സുബ്ഹാന. 7-ാമത്തെ വയസ്സിൽ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. 9-ാമത്തെ വയസ്സിലാണ് വീട് കൊടുത്തത്. 18-ൽ വഫാത്താവുകയും ചെയ്തില്ല റസൂലുള്ളാഹി 18-ആയപ്പോ. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബാക്കിയുള്ള ശിഷ്ട ജീവിതത്തിൽ എന്താണ് പ്രധാനമായി ചെയ്തിരുന്നത്? മദീന പരിസരങ്ങളിൽ ഉള്ള വീടുകളുടെ കുട്ടികളെ മുമ്പിൽ ആയിഷ ബീവിക്ക് അതിൽ എത്തിയ കുട്ടികളുണ്ട്, പാവപ്പെട്ട കുട്ടികളുണ്ട്, അല്ലാത്ത കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് ബീബി ആയിഷ. അറബി കുട്ടികൾക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കാൻ എന്ത്? അക്ഷരത്തിന്റെ മഹ്റജ്. അറബിയാണെന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ മലയാളികളല്ലേ, പക്ഷെ മലയാളം ശരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ആർക്കും ഉണ്ട്, ഏത് ഭാഷയിൽ ജനിക്കുന്ന കുട്ടികൾക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുട്ടികൾക്ക് അക്ഷരത്തിന്റെ മഖ്റജ് ഓരോന്നും ഇത് നമ്മൾ ചെറുപ്പത്തിലെ ഫാത്തിഹ എങ്ങനെയെങ്കിലും ഓതി പഠിക്കലല്ല, അത് അതിന്റെ രൂപത്തിൽ പഠിക്കണം. അങ്ങനെ നമ്മൾ ഫാത്തിഹയെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ഫാത്തിഹയെ പറ്റി നബി മുഹമ്മദ് റസൂലുള്ളാഹി ഫാത്തിഹത്തുൽ കിതാബ് കൻസും മിൻ കുനൂസി അർശി നബി തങ്ങൾ പറയാൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അർശിൽ സൂക്ഷിക്കപ്പെട്ട ഒരു നിധി നിങ്ങളുടെ ഉമ്മത്തിന് തരുകയാണ്. അങ്ങനത്തെ ഒരു നിധിയാണ് കേട്ടോ ഫാത്തിഹ. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ ലികുല്ലി ഷൈ. ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ മിൻ കുല്ലി ഷൈ. നിങ്ങളുടെ മനസ്സിനെ, ശരീരത്തെ, കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അതിനെല്ലാം പരിഹാരമാണ് ഫാത്തിഹ എന്ന് മുഹമ്മദ് ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ ലികുല്ലി ഷൈ. ഒന്ന് എന്ന് വേർതിരിച്ചില്ല. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പോ ഏതാ നമ്മുടെ അവസ്ഥ ഉള്ളത്? നമ്മൾ നല്ലൊരു സന്തോഷത്തിലാണ്. ആ സന്തോഷം നിലനിൽക്കണം എന്നെങ്കിലേക്കാണ് അല്ലെ? അപ്പൊ സന്തോഷം നമുക്ക് നിലനിന്ന് കിട്ടാൻ സന്തോഷത്തിൽ നമുക്കിപ്പോൾ ഒരു പ്രശ്നം ദുഃഖമാണ്. ആ ദുഃഖം നീങ്ങിക്കിട്ടാൻ ദുഃഖത്തിൽ അൽഫാത്തിഹ. നമുക്കിപ്പോ അൽഹംദുലില്ലാ രോഗവും കാര്യമൊന്നുമില്ല, നല്ല ആരോഗ്യത്തിൽ ജീവിച്ചു പോകുന്നുണ്ട്. ആ ആരോഗ്യം നിലനിൽക്കാൻ അൽഫാത്തിഹ. നമുക്കിപ്പോ ചെറിയൊരു രോഗം, ആ രോഗത്തിൽ നിന്ന് സലാമത്ത് കിട്ടും. ആ സലാമത്ത് കിട്ടാൻ അൽഫാത്തിഹ. നിങ്ങൾ ഇപ്പോൾ അകപ്പെട്ട് നിൽക്കുന്ന ഈ മൈക്രോ സെക്കൻഡിൽ, നിങ്ങൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡിൽ നിങ്ങൾ ഏത് പ്രശ്നത്തിലാണ് നിലനിൽക്കുന്നത്? ആ വിഷയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ നീങ്ങിക്കിട്ടാൻ, സന്തോഷമാണോ നിലനിൽക്കാൻ, അതിന്റെ ഒക്കെ കൂടെ നിങ്ങൾ ചേർത്ത് വെക്കേണ്ടത് അൽഫാത്തിഹ. അപ്പൊ ഉസ്താദ് വന്നത് വയറുന്നാട് ഫാത്തിഹ ദിവസം പൂരെ തുറക്കാൻ വേണ്ടി തുറക്കുമ്പോൾ തങ്ങളെ കിട്ടും.
ദിവസം ജോലിക്കാർക്ക് വന്ന് ഒരാൾക്ക് ഒഴിവാക്കാൻ നമ്മുടെ അതാത് ദിവസത്തെ ഏത് സംഗതികൾക്കും നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതിച്ചാണ് ഏത് സംഗതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ ലികുല്ലി ഷൈഇൻ ലസ്സാം. മരണമല്ലാത്ത എല്ലാറ്റിന്റെയും പരിഹാരമായിട്ടാണ് ഫാത്തിഹ തന്നിട്ടുള്ളത് എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളെ സ്ത്രീകളെ ഇനി ഫാത്തിഹ സൂറത്തിന്റെ ഓരോ വിഷയങ്ങളും ഞാൻ ഓർമ്മപ്പെടുത്തുന്നില്ല, അത്യാവശ്യമുള്ളത് മാത്രം പറയാം. ഫാത്തിഹത്തുൽ കിതാബിന് സൂറത്തു സ്വലാത്ത് എന്നാണ് വേറൊരു പേര്, നിസ്കാരം. എന്തുകൊണ്ട്? ഫാത്തിഹ ചേരാത്ത ഒരു നിസ്കാരം. ഫാത്തിഹ ഇല്ലാത്ത ഒരു നിസ്കാരം നിസ്കരിക്കുകയും ഏത് നിസ്കാരത്തിനാണ് ഫാത്തിഹ ഇല്ലാത്തത്? എല്ലാ നിസ്കാരങ്ങൾക്കും ഫാത്തിഹ. അത് ജുമുഅ മുതൽ 5 വഖ്ത്, റവാത്തിബ് സുന്നത്തായാലും ശരി, ദുആ സുന്നത്തായാലും ശരി, ഫിത്ർ സുന്നത്തായാലും ശരി, തഹജ്ജുദ് സുന്നത്തായാലും ശരി, മയ്യത്ത് നിസ്കാരമായാലും ശരി, മഴയത്തേടിയ നിസ്കാരമായാലും ശരി, ഗ്രഹണ നിസ്കാരം ആണോ അതിൽ ഫാത്തിഹ. അതുകൊണ്ട് ഈ സൂറത്തിന് തന്നെ സൂറത്തു സ്വലാത്ത്, നിസ്കാരം എന്നൊരു പേര്. രണ്ടാമത് സൂറത്തു ദുആ അല്ലെങ്കിൽ സൂറത്തു തഹരീമിൽ മസ്അല. ദുആ പഠിപ്പിക്കുന്ന സൂറത്ത് എന്നും ഇതിന് പേരുണ്ട്. ഇങ്ങനെയുള്ള 14 പേരുകളെ കൊണ്ട് അറിയപ്പെട്ട സൂറത്താണ് ഈ സൂറത്തുൽ ഫാത്തിഹ. അത്ര പ്രധാനപ്പെട്ട ഒരു സൂറത്ത് അല്ലാഹു നമുക്ക് നൽകിയപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ഫാത്തിഹ അടക്കമുള്ള ഖുർആനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്താണ് നമ്മുടെ മര്യാദകളിൽപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, നബിയെ, വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ എന്ത് വേണം? നല്ല കാര്യം ചെയ്യുന്നതിന് ഒരിക്കലും സഹകരിക്കാത്ത ഒരു ശക്തി നമ്മളോടൊപ്പം ഉണ്ട്. ഉണ്ടോ? അല്ലേ? നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ അപ്പാവുന്ന സ്വർണ്ണത്തെ കാട്ടണം. അപ്പൊ ഇവിടെ 3 ശക്തിയാണ്. ഒന്ന് അല്ലാഹ്, സ്വന്തം ശക്തിയുള്ള അല്ലാഹ്, ആരും കൊടുത്ത കൈയല്ല, അള്ളാഹുള്ള കൈ അല്ലെ അല്ലാഹ്. രണ്ടാമത്തത് പിന്നെ ആരാണ്? അള്ളാഹുവിനോട് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ശൈത്താൻ, അതാണ് രണ്ടാമത്. ഇത് രണ്ടിന്റെയും നടു കുടുങ്ങി നിൽക്കുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ട്. അതാരാ? ഞാനെന്ന് പറയട്ടെ, അതിൽ കുടുങ്ങിക്കുന്ന ആൾക്കാരാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത്? ഇപ്പുറത്ത് അല്ലാഹ്, ഇപ്പുറത്ത് ശൈത്താൻ. ഇത് രണ്ടിന്റെയും നടുവിലാണ്. നമുക്ക് അല്ലാഹു ഒരു കഴിവ് തന്നിട്ടുണ്ട്. എന്താ കഴിവ്? വേണമെങ്കിൽ ഇങ്ങോട്ട് നിൽക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് നിൽക്കാം. അല്ലാഹു നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്, അങ്ങോട്ട് നിൽക്കാൻ പറ്റും അല്ലേ? അതിനുള്ള കഴിവ് അല്ലാഹു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ 1 സ്ക്വയർ ഫീറ്റിന്റെ വില, ആ വില മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് നിൽക്കണം. സ്വർഗത്തിലെ സ്ക്വയർ ഫീറ്റ് അവിടെ എത്തുമ്പോഴല്ല അല്ലാഹു വേണം. പറയുന്നുണ്ട്, ഇപ്പൊ സ്ക്വയർ ഫീറ്റ് ഇവിടെ കിട്ടുന്നു. അതിപ്പോ ഇനി ബാങ്ക് ആയാലും പാടില്ല, പലിശ ആയാലും പാടില്ല, കട്ടെടുത്തായാലും പാടില്ല, കമർന്നായാലും പാടില്ല, എങ്ങനെ ആയാലും പാടില്ല. അപ്പൊ ഇബ്ലീസ് നമുക്ക് ഞാൻ മന്ദിരിച്ചിനെ പറ്റും. സ്വർഗത്തിലെത്തിയ അവസ്ഥ എന്താണ്? ഇപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടി നോക്കാം. അതാണ് ഇടഭാഗത്ത് ആര് പറഞ്ഞത്? ഇബ്ലീസ് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് നമ്മളെ ഇടഭാഗത്ത് റെഡിയാണ്, ശൈത്താൻ. മറ്റൊരുത്ത് എന്താണ്? അപ്പുറത്താരാണത്? അപ്പൊ ഇത് രണ്ടിന്റെയും നടുവിലാണ് നമ്മൾ. ആണോ അല്ലേ? അല്ലേ? എന്നാൽ ഈ അല്ലാഹുവിന്റെയും ശൈത്താന്റെയും നടുവിൽ നിൽക്കുന്ന നമുക്ക് അല്ലാഹ് എന്ന ഭാഗത്തേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ സാധിക്കണോ? ഫാത്തിഹ മുറുകെ പിടിച്ചോ മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേറൊന്നും പറയേണ്ടതില്ല, അത്ര വ്യക്തമാണ് ഞാൻ നിങ്ങൾ. നമ്മുടെ മുമ്പിൽ നമ്മൾ അടക്കം 3 ശക്തിയാണ്. എല്ലാവർക്കും സ്വയം ശക്തിയുള്ള അല്ലാഹ്. അല്ലാഹുവിനോട് ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞ ശക്തി ശൈത്താൻ. ഇത് രണ്ടിന്റെയും മധ്യത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കൂടുതൽ പ്രാധാന്യം കൊടുത്തോ, അല്ല അങ്ങോട്ട് പ്രാധാന്യം കൊടുത്തോ?
രണ്ടിനെയും തെരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകി. ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ നോക്കി, നല്ലത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുമല്ലേ? ഉണ്ടാവും. വേണ്ടാത്തത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ദുഃഖം ഉണ്ടാവുമല്ലേ? ഉണ്ട്. എന്താ കാര്യം? അപ്പൊ നമുക്ക് മനസ്സിൽ തന്നെ അറിയാം ഞാൻ ഇപ്പൊ ചെയ്യുന്നത് വേണ്ടതാണോ വേണ്ടാത്തതാണോ അല്ലെ? ഇവിടെയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. നല്ല കാര്യങ്ങൾ ഏത് ചെയ്യാൻ ഉദ്ദേശിക്കുമോ അവിടെയൊക്കെ ശൈത്താന്റെ ഒരു സ്വാധീനം ഉണ്ടാവും. എന്നാൽ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യണം. ഏറ്റവും പ്രധാനം. ഭൂമിയിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളിൽ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഖുർആൻ ഓതണം. അപ്പൊ പിന്നെ പിശാച് നമ്മളെ ഏറ്റവും ഉപദ്രവിക്കാൻ വരെ എവിടെയായിരിക്കും? ഖുർആൻ ഓതും. നമുക്കൊക്കെ അനുഭവം ഉറപ്പൊന്നുമില്ലാതെ നമ്മൾ ഖുർആനെടുത്ത് ഓതാൻ തുടങ്ങിയാൽ ഉറക്കം വരുമോ? അല്ല, വരുന്നുണ്ടോ? മുസാഫ് ഞാനെടുത്ത് ഓതാൻ വേണ്ടി നോക്കുമ്പോ നമുക്കൊരു അപ്പൊ അതിന് ക്ഷീണായി. പിന്നെന്തായി? ഓതാൻ വിചാരിച്ചത് എത്ര? ഒരു ജ്യൂസ്. ഓതിയത് എത്ര? വിചാരിച്ചത് എത്ര? ഒരു ജ്യൂസ്. ഇത് നമുക്കൊക്കെ അനുഭവം കൊണ്ട് ഒന്ന്. അപ്പൊ വലഭാഗത്ത് അല്ലാഹ് എന്ന പ്രാധാന്യത്തിൽ നമ്മൾ വിചാരിച്ചെങ്കിലും നമ്മളെ സ്വാധീനം ആരുകൊണ്ടേ? വിചാരിച്ചുകൊണ്ടേ. നമുക്കൊരു ജ്യൂസ് ഓതാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നമ്മളെ 9 പേജ് കുറച്ചതാരാ? ഇപ്പുറത്ത് ഇംഗ്ലീഷാ ആണോ? അല്ലേ? ഇങ്ങനെ നമ്മൾ ഓരോന്നിനും കണക്കൂട്ടിപ്പോയി നമ്മൾ വിചാരിച്ചിരുന്നു സുന്നത്തും കൂടി നിസ്കരിക്കണം. പക്ഷെ നൂറ് അത്തയ്യാത്തെത്തിയപ്പോ തന്നെ നമുക്ക് തോന്നി സുന്നത്തിന് നേരം ഉണ്ടാവില്ല. അത്തയ്യാത്ത് ഇങ്ങനെ ആയപ്പോ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട് സുന്നത്തിന് നേരം ഉണ്ടാവില്ല. പിന്നെ നിസ്കരിച്ചോ? നിസ്കരിച്ചു. അപ്പോഴേക്ക് നമ്മളെന്തായി? ഇപ്പുറത്ത് അല്ലാഹ്, അപ്പുറത്ത് ശൈത്താൻ. നമ്മൾ ആരൊപ്പം കൂടി? നമ്മൾ ശൈത്താനൊപ്പം കൂടി. നമ്മൾ വിചാരിച്ചത് ഒരു 100 രൂപ സദക്ക ചെയ്യണമെന്നാണ് അല്ലേ? പക്ഷെ കൊടുക്കാനായപ്പോഴത്തെ കൊറോണന്റെ കാലത്ത് 100 ഇവിടെ അല്ലേ? അങ്ങനെ 100 കൊടുക്കാൻ വിചാരിച്ചതിൽ എത്ര കൊടുത്തത്? ചില്ലറല്ലാന്നാണ് കൊടുത്തത്, അല്ലാതെ 10. അപ്പൊ കണ്ടങ്ങൾ അപ്പോഴേക്ക് നമ്മൾ ആരും കൂടി പിശാച്. എവിടെയും നമ്മുടെ ഇടഭാഗത്ത് പിശാചുണ്ട്, വലഭാഗത്ത് അല്ലാഹ്. ഇത് രണ്ടിന്റെയും മധ്യത്തിലാണ് നമ്മൾ. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ പ്രത്യേകിച്ചും പിശാച് നിങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളോട് തന്നെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എപ്പോൾ ഖുർആൻ ഓതാൻ ആരംഭിക്കുകയാണെങ്കിലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അത് പറയാതെ ഓതരുത്. എപ്പോൾ ഖുർആൻ ഓതാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അത് ഓതി. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു അത് നിർബന്ധമായിട്ട് ഓതണം. എന്നാ പിന്നെ അഊദു ഖുർആനിലെ ഒരു ആയത്താണ്. അത് ഓർക്കേണ്ടിയില്ല. അത് ശരി, ചോറ് വയ്ക്കണം എന്ന് പറഞ്ഞാൽ മതി, പ്ലേറ്റ് വാങ്ങുന്ന പറയുന്നത്. ഒരു ചായ വേണമെന്ന് പറഞ്ഞാൽ മതി, ഗ്ലാസ് വേണമെന്ന് വേറെ പറയണം. ഒരു ചായ കുടിച്ചാൽ മനസ്സിലായാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്ലാസ്സിലാണ്. ഒരു പക്ഷേ ഡിസ്പോസിബിൾ ബാക്കിയുള്ളത് ഒരു ഗ്ലാസ് വേണമെന്ന് വേറെ പറയണം. ഉറപ്പല്ലേ? അതാ പറഞ്ഞത്. ഫാത്തിഹ എന്ന് പറയുന്നത് എന്നല്ല, ഖുർആൻ എപ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തി, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആണോ? അപ്പൊ ഇവിടെ നമ്മൾ ഓതുന്നത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹ്, അല്ലാഹുവിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുന്നു. അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ സംരക്ഷണം ആവശ്യപ്പെടുന്നു. അഅ്തസിമു ഇലാ റഹ്മതി എന്നാണ് മഹാന്മാർ പറയുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ഞാൻ ചേർന്ന് നിൽക്കുന്നു. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ അഭയം തേടുന്നു.
ഏതിൽ നിന്നാണ് അഭയം തേടുന്നത്? മിനശ്ശൈത്വാനിർ റജീം. ആട്ടപ്പെട്ട ശൈത്താന്. ശതന എന്ന് പറഞ്ഞാൽ ദൂരെയാകാൻ, ദൂരം, റഹ്മത്തിൽ നിന്ന് ദൂരെയാകുക, നന്മയിൽ നിന്ന് ദൂരെയാകുക, അങ്ങനെ ദൂരെയാകും. അപ്പോ നല്ലതിൽ നിന്ന് മാറി നിൽക്കുന്നവരൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഓൻ ചെയ്താനാണെന്ന് സാധാരണഗതി നമ്മൾ പറയും, ഓൻ ചെയ്താനാണെന്ന്. പക്ഷെ അശ്ശൈത്താൻ എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസാണ്. സാധാരണ ഒരു വേണ്ടാത്തത് ചെയ്യുന്ന ആൾക്കാർ പറ്റ ശൈത്താനെ എന്ന് വെച്ചാൽ റഹ്മത്തിൽ നിന്ന് പറ്റ ദൂരെ പോയിക്കണ്, നന്മയിൽ നിന്ന് പറ്റ അകന്നേക്കണ്, ഉമ്മാനോടും തെറ്റിപ്പോയിക്കണ്. അങ്ങനെ അങ്ങനെ വേണ്ടാത്തത് ചെയ്യുമ്പോ അതൊരു ശൈത്താന്റെ പണിയാണ്. അപ്പൊ അതാണ് ഷൈത്താൻ എന്ന് പൊതുവെ. പക്ഷെ അശ്ശൈത്താൻ എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസ്. ഇബ്ലീസ് ആരാണ്? മുഴുവൻ ഷൈത്താന്റെയും നേതാവ്. അപ്പൊ ആ നേതാവായ ഷൈത്താനിൽ നിന്നാണ് കാവൽ. അഊദു ബില്ലാഹി, അല്ലാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ സംരക്ഷണം തേടുന്നു. മിനശ്ശൈത്വാനിർ റജീം, ആട്ടപ്പെട്ട ശൈത്താനിൽ നിന്ന്. ഇത് ഓതുമ്പോ നമ്മുടെ മനസ്സിൽ വേണം എന്താ വേണ്ടത്? ഇപ്പുറത്തെ അല്ലാഹ്, അപ്പുറത്തെ ഇബ്ലീസ്, ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാവലിനെ തേടുന്നത്. അപ്പൊ നമുക്ക് ഏത് വിഷയത്തിലേക്ക് ഒരുങ്ങുന്നുവോ ആ ഒരുങ്ങുന്ന വിഷയത്തിൽ ഇബ്ലീസിന്റെ ശ്രദ്ധ കാവലാണ്. അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നബിയെ, ഖുർആൻ ഓതാൻ വരുമ്പോൾ ആദ്യം അവനെ ഒന്ന് മാറ്റി നിർത്തിക്കോളി. എന്താ കാര്യം? ഒന്ന് ഓർക്കണം, അഴുതുകൊണ്ട് വേറെ ശുദ്ധീകരണം നടക്കണം. അഴുതിന്റെ ശൈത്താൻ എന്നുള്ളത് എന്താണ്? ഒരു ശുദ്ധീകരണമാണ്. അതായത് നമ്മുടെ വായിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു വേണ്ടാത്ത വെള്ളം കൊണ്ട് കുപ്പിളിക്കും, വെള്ളം കൊണ്ട് കുപ്പിളിക്കും അല്ലേ? അപ്പൊ നമുക്ക് വായിൽ നിന്ന് എന്ത് പോകും? ആ വായിൽ നിന്ന് പോയി അല്ലേ? വായിൽ വെള്ളം വെച്ച് നല്ലോണം കുപ്പിളിക്കാൻ പറ്റിയാൽ വായു ഇല്ലേ? ഇതേപോലെ നമ്മൾ ഒരു പക്ഷേ ഖുർആൻ ഓതുന്നതിന് തൊട്ട് മുമ്പ് സംസാരിച്ചത് ചിലപ്പോൾ ഗീബത്തായി. നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു പക്ഷേ ഒരു ഗീബത്താണ്, അതല്ലെങ്കിൽ നമീമത്താണ്, അല്ലെങ്കിൽ ഒരു ഫസാദാണ്, അല്ലെങ്കിൽ ഒരു കളവാണ്, അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത വർത്താനാണ് അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാവ് അശുദ്ധമായി നിൽക്കുക. ഖുർആൻ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് നാവിനെ ഒന്ന് ശുദ്ധിയാക്കണം. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതുകൊണ്ടാണ് എപ്പോ ഖുർആൻ ഓതുമ്പോഴും വായ ശുദ്ധിയാക്കണം. എന്താ കാര്യം? ഖുർആൻ, ദിക്ർ, സ്വലാത്ത് ഇതൊക്കെ അല്ലാഹുവിലേക്ക് എത്തിക്കുന്നതിന്റെ വാസിത്ത ഏതാണ്? നാവാണ് അല്ലേ? നമ്മുടെ വായിലും നമ്മുടെ നാവിലും ഇത് മുഖേനയാണ് ഖുർആൻ, ഇത് മുഖേനയാണ് ദിക്ർ, ഇത് മുഖേനയാണ് സ്വലാത്ത്, ഇത് മുഖേനയാണ് ദുആ. അതുകൊണ്ട് ഒന്ന് ശുദ്ധീകരിക്കാം. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കൈയൊന്ന് കഴുകണം അല്ലേ? ഏതൊരു വിഷയത്തിൽ ഒരുങ്ങുമ്പോൾ ഒരു കഴുകൽ വേണം. എന്നാൽ ഖുർആൻ ഓതുന്നതിന്റെ മുമ്പ് നമ്മുടെ നാവിനെയും വായയെയും ഒന്ന് ശുദ്ധീകരിക്കാനുള്ള മരുന്ന് കൂടിയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഞാൻ പറയുന്നത്, ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കൊരു ബോധ്യമാണ്. നാളെ കുൽക്കുപ്പിയൊക്കെ വെള്ളത്തിൽ തന്നെ വേണം. ആ വായു വൃത്തിയാക്കാനാണ് ഏതെടുത്തത്? വെള്ളം. വെള്ളം തന്നെ രോഗാണുക്കളാണ്, വെള്ളം തന്നെ കരഞ്ഞതാണ്, വെള്ളം തന്നെ എന്താണ്? പിന്നെ ആ കരഞ്ഞ വെള്ളം കൊണ്ട് പിന്നെ കുളിച്ചിട്ട് കാര്യം? വെള്ളം കൊണ്ട് കുപ്പിളിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലായി വായു ആവശ്യമില്ല. ഇത് നമുക്ക് സംഭവിക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതിയത് നന്നാകാഞ്ഞാലേ പിന്നെ വായു വൃത്തിയാക്കാൻ വേണ്ടി ചെയ്ത് വൃത്തികേടാകാൻ. അതുകൊണ്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതതിന്റെ മട്ടത്ത് തന്നെ ഞങ്ങള് ഈ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. നിക്കാഹ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നാൽ ചിലപ്പോ ചില ആളുകൾക്ക് അഊദു ഓതി കൊടുത്താൽ കുറച്ചോനെ
ഒരാളും ശരിയായിട്ട് കണക്ക് പിന്നെ സഭയിൽ മോശാക്കാൻ പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? സമാധാനത്തിൽ ഒരാളും മോശമായിട്ടുണ്ടെങ്കിലും നമ്മൾ നന്നാക്കി ചെയ്തിട്ടുള്ളൂ നിങ്ങൾ സമാധാനിക്കാനാണ്. നമ്മൾ നിക്കാഹിന് വേണ്ടിയിരുന്ന ആദ്യമായിട്ട് ഓതനമായിരുന്നു പിന്നെ പ്രയാസപ്പെടില്ല. അതുവരെയാണ് ഓതിക്കൊടുത്താൽ മര്യാദ പോകാത്ത അല്ലെങ്കിൽ ഓതിണ്ടാവും അല്ലേ? അള്ളാഹു നമുക്ക് സലാമത്ത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സഹപ്രവർത്തകരോട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ആരാധനകളിലെ അതിപ്രധാനമാണ് ഖുർആൻ പറയാൻ. അതുകൊണ്ട് ഏറ്റവും നല്ലതിനെ കേടുവരുത്തുക എന്നത് പിശാചിന്റെ തീരുമാനമാണ്. ഏറ്റവും നല്ലതാണ് ഖുർആൻ. ഏറ്റവും നല്ലതിനെ കേടുവരുത്തുക എന്നുള്ളതാണ് ഇബ്ലീസിന്റെ പണി. അണ്ട് നിങ്ങൾ അതുകൊണ്ട് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നേരിട്ട് സംഭാഷണം നടത്തലാണ്. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് നേരിട്ട് സംഭാഷണം നടത്താം. അള്ളാഹ് ഭൂമിയിൽ ഇറക്കിയിരിക്കുന്ന എന്തൊക്കെ നിൽക്കുന്ന സ്വലാത്ത് ദുആ ഒക്കെ ഉണ്ടോ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായത് ഖുർആൻ ഓതലാണ്. അതുകൊണ്ട് തന്നെ ആ ശ്രേഷ്ഠമായതിനെ കേടുവെക്കുക, നല്ലതിനെ നാശാക്കുക. നമ്മൾ ആരെ കൂടെ കൂടുന്നോ അതനുസരിച്ച് നിൽക്കും നമ്മളെ രീതി. ഇതിനിടയ്ക്ക് വാട്സപ്പിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇത് കാണലുണ്ട്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ ഒരു വാട്സപ്പിൽ എന്താണ് 4 കൂട്ടുകാരെ അയാൾ ചിത്രീകരിക്കുക. എന്താണുള്ളത്? 4 ക്ലാസ്സിൽ വേണം. 4 ക്ലാസ്സിൽ വെള്ളം. ഇപ്പത്തെ പുതിയ തലമുറക്കെ പഠിപ്പിക്കേണ്ടിരിക്കുക. 4 ക്ലാസ്സിൽ വേണം. ഒരു ക്ലാസ്സിൽ 4 ക്ലാസ്സിലും 3/4 ക്ലാസ് വേണം. അതിൽ ഒരു ക്ലാസ്സിൽ പഞ്ഞി വെച്ചു. ഒരു ക്ലാസ്സിലെ വെള്ളത്തിൽ ഏതിട്ടു പഞ്ഞി ഇട്ടപ്പോ എന്തായി? ആ വെള്ളം മുഴുവൻ ആര് കുടിച്ചു? പഞ്ഞി കുടിച്ചു. ചില കൂട്ടുകാരോടൊപ്പം നമ്മൾ നമ്മളെത്തുള്ളത് മുഴുവൻ വച്ചു. രണ്ടാമത്തെ ക്ലാസ്. ആ രണ്ടാമത്തെ ക്ലാസ്സിൽ അയാൾ എന്ത് ചെയ്തു? ഒരു കല്ലിന്റെ കഷ്ണം, ഒരു കരിങ്കല്ലിന്റെ ഒരു കഷ്ണം ഇങ്ങനെ. അപ്പോഴോ ആ കരിങ്കല്ലിന്റെ കഷ്ണം നോക്കുമ്പോ കല്ലുമൊന്നും വെള്ളത്തേക്ക് പോകാനില്ല, വെള്ളത്തിൽ നിന്നൊന്നും എവിടേക്കും വരാനില്ല, കല്ലുമൊക്കെ ഇങ്ങോട്ട് പോകാനില്ല. യാതൊരു വ്യത്യാസമില്ല അല്ലേ? ചില കൂട്ടുകാരൊപ്പം കൂടിയാൽ നമ്മളെ കൊണ്ട് ഓരോ ഉപകാരമില്ല, ഓനെ കൊണ്ട് നമുക്ക് ഉപകാരം. എന്തെങ്കിലും ഒരു കാര്യം ഓരോപ്പം കൂടിയുമാണ് അതില്ല. മൂന്നാമത്തെ ഒരു ക്ലാസ്സിൽ നോക്കുമ്പോൾ അയാൾ എന്താ ചെയ്തത്? എന്തോ ഒരു സാധനം, ഒരു കളറ് അതിങ്ങനെ ഒരു സ്പൂണോട് ഇങ്ങനെ കഴിക്കും. അതോടുകൂടെ വെള്ളം മുഴുവനും കളറ് മാറും. ഒരു സ്പൂൺ ഇങ്ങനെ കലക്കിയപ്പോ എന്തായി? വെള്ളം മുഴുവനും കളറ് മാറും. ചില കൂട്ടുകാരൊപ്പം നമ്മൾ കൂടിയാൽ നമ്മൾ മുഴുവൻ രീതി മാറും. നമ്മളെ സംസ്കാരം മാറും, നമ്മളെ സംസാരം മാറും, നമ്മളെ രീതി മാറും, നമ്മളൊക്കെ മാറും. ചിലവരൊപ്പം കൂടിയാൽ. നാലാമത്തെ ഒരു ക്ലാസ്സിൽ നോക്കുമ്പോൾ അയാൾ എന്ത് ചെയ്തു? കുറച്ച് തേനങ്ങൾ വെച്ചു. എന്നിട്ടൊന്നും ഇങ്ങനെ കരക്കി വെക്കുമ്പോ ബിസ്മില്ല, കുടിക്കാൻ എന്താ രസം. ചില കൂട്ടുകാരൊപ്പം കൂടിയാൽ നമ്മൾ വല്ലാതെ നന്നാവും. എന്നാൽ ഇബ്ലീസാകുന്ന കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞാൽ ഓരോ സന്തോഷാക്കാൻ നിൽക്കട്ടെ, നമ്മുടെ കൂടെ ചേരുക എല്ലാ സംസ്കാരത്തിലും നോമ്പിലും അല്ലാത്തവർക്കും. എന്നാൽ ഇബ്ലീസ് അവന്റെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മെ മലിനമാക്കാൻ ശ്രമിക്കുന്നതിൽ ഏറ്റവും പ്രധാനം അത് ഖുർആൻ ഓതാനിരിക്കുമ്പോഴാണെന്ന് മുഹമ്മദ് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിലെ പ്രധാനമാണ് ഖുർആൻ. അതിനെ മലിനമാക്കുക എന്നത് ശൈത്താൻ ഉറപ്പിച്ചു നിൽക്കുന്ന സംഗതിയാണ്. അള്ളാഹുവിനോട് നേരിൽ സംഭാഷണം നടത്തുക എന്നതാണ് ഖുർആൻ പാരായണം. അള്ളാഹു മറ്റെല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടതാണ്. ആ ഇഷ്ടപ്പെട്ടതിനെ തടസ്സപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങൾ ആര് ഖുർആൻ ഓതുന്നുവോ ഖുർആൻ സഞ്ചരിക്കുന്ന റൂട്ട് നന്നാക്കണം.
ഖുർആൻ സഞ്ചരിക്കുന്ന റൂട്ട് നന്നാക്കണം. നമ്മളൊരു റോഡിലൂടെ യാത്ര ചെയ്യാം അല്ലേ? ആ റോഡ് ഇങ്ങനെ നന്നാക്കി നല്ല റോഡ് അല്ലേ? ഇങ്ങനെ ആ വെളുത്ത വരി ചോപ്പ് വരി ഒക്കെ പ്രത്യേകം വരച്ച് ഒരു കുണ്ടില്ല, കുഴിയില്ല, ഒടിവില്ല, ചതവില്ല, നല്ല ആ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ എന്താ ഇതൊരു സുഖം അല്ലേ? നമ്മുടെ ഖുർആൻ സഞ്ചരിക്കുന്ന റോഡ്, നമ്മുടെ ദിക്റുകൾ സഞ്ചരിക്കുന്ന റോഡ്, ആ റോഡാണ് നാവ്. അതുകൊണ്ട് നാവിലൂടെ ഖുർആൻ അനായാസം അങ്ങോട്ട് പോകാൻ ഒരു മാലിന്യമില്ലാതെ, അവിടെ ഇബ്ലീസ് പല മാലിന്യങ്ങളും ഇത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? എപ്പോ ഖുർആൻ ഓതുകയാണെങ്കിൽ, എവിടെ ഖുർആൻ ഓതുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ആരെല്ലാം ഓതിയിട്ടുണ്ട്? സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ ആളുകളൊക്കെ അഊദു ഓതി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരുടെ ചരിത്രത്തിലും കാണാം ശൈത്താനെ തൊട്ട് കാവലെത്തു. ശൈത്താന്റെ ഉപദ്രവത്തിന് കാവൽ തേടിയ ഒട്ടേറെ വാക്കുകൾ, വിവിധ വാക്കുകൾ. എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ചതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. അങ്ങനെ അഊദു ഓതി എന്നിട്ട് നമ്മൾ ഏതിലേക്ക് പ്രവേശിക്കാണ്? ഫാത്തിഹയിലേക്ക് പ്രവേശിക്കാം. ഇനി നമ്മൾ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അഊദു ഓതി കഴിഞ്ഞ് നമ്മൾ ഫാത്തിഹയിലേക്ക് കടക്കുമ്പോൾ ഒരു ഔദ്യോഗിക തുടക്കമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് റഹ്മാൻ റഹീം അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, അല്ലാഹ് എന്ന് പറയുന്നത് ലോകത്തെ മറ്റാർക്കും അങ്ങനെ ഒരു പേര് ഉണ്ടോ? ഒരാജ്ഞയെങ്കിലും അല്ലാഹ് എന്ന പേര് കേട്ടോ? അല്ലാഹ് ദൈവം എന്ന് പറഞ്ഞതുകൊണ്ട്, ഈശ്വരൻ എന്ന് പറഞ്ഞതുകൊണ്ട്, ജഗതീന്താവ് എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും പറഞ്ഞു അല്ലാഹ്. അല്ലാഹ് എന്ന ആളുരാ ദൈവമേ എന്ന് പറഞ്ഞാൽ അല്ലാഹ്, ഈശ്വര എന്ന് പറഞ്ഞത് അല്ലാഹ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ-ഇലാഹ്, ആരാധനയ്ക്ക് അർഹനായി ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഒരേ ഒരു ഉടമസ്ഥൻ അല്ലാഹ്. അല്ലാഹുവെ നമ്മളാരും സഹായിക്കണം. അല്ലാഹുവിൽ പങ്കാളികളെയും സഹായികളെയും ഒക്കെ ചേർത്തുകൊണ്ടാണ് മറ്റെല്ലാ വിശ്വാസക്കാരും വന്നത്. ഒരിക്കലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ നമ്മളെ മുഅല്ലിമുകളുടെ ഒരു ക്ലാസ്സിന്, അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, അയാളെ കൂടെ നമ്മൾ ശ്രമിച്ചു. അയാൾ ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മുസ്ലിമീങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ പണങ്ങാൻ നിൽക്കരുത്. അതിന് നിങ്ങൾക്ക് ആകെ ഒരു അള്ളയോ മൂപ്പരും നിങ്ങളായിട്ട് നല്ല രീതിയിൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ദൈവം പണിഞ്ഞാൽ മറ്റേ ദൈവത്തിൽ അയാൾ പണിഞ്ഞാൽ വേറൊരാളാണ്. അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ആളുകളെ സമീപിക്കാൻ നിങ്ങൾക്ക് ആകെ ആയുള്ളൂ ഒറ്റ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് പണങ്ങാൻ സംഗതി അയാൾ പറഞ്ഞതൊരു സംഗതിയാണെങ്കിലും അവരിന്റെ അർത്ഥശുദ്ധതയും നമ്മുടെ പ്രധാനമായ നമുക്ക് ഓർമ്മപ്പെടുത്തിയത് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുന്നത് അല്ലാഹ്, അവിടെ ആരാധനക്കാർഹൻ നമ്മളെപ്പോലത്തെ ഒരാൾക്ക് നമ്മൾ ആരാധിക്കേണ്ടതുണ്ട്. നമ്മളെക്കാൾ കഴിവുള്ള ആളുടെ മുമ്പിലല്ലേ നമ്മൾ തലകുലിക്കേണ്ടതുള്ളൂ. അപ്പൊ അല്ലാഹ് ബിസ്മില്ലാഹ്, പിന്നെ ഏതാണ് അർ-റഹ്മാൻ, പിന്നെ ഏതാണ് അർ-റഹീം. റഹ്മാൻ റഹീം എന്നൊക്കെ അതിന് അർത്ഥാരും പഠിക്കാത്തവരില്ല. പക്ഷെ ഒരു ആശയം ഞാൻ പറയും, എന്താണ് റഹ്മാൻ റഹീം, ഇത് തമ്മിലുള്ള വലിയൊരു വ്യത്യാസം നമ്മൾ പഠിക്കണം. എന്താ സംഗതി? ഒരു സ്ഥലത്ത് പോയാൽ 1 ലക്ഷം, ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് എത്ര 1 ലക്ഷം, മറ്റോട്ട് പോയാൽ 99 ലക്ഷം. നമ്മൾ ഏതിനാ പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങൾ പറയാതെ അപ്പുറം പോണ പരിപാടി എങ്ങനെ കൊടുക്കാം? അയാളെടുത്ത് പോയാൽ 99 ലക്ഷം കിട്ടും, ഇവിടെ നിന്നാൽ എന്തെങ്കിലും കിട്ടും അല്ലേ? നമ്മൾ ഏതിനാ പ്രാധാന്യം കൊടുക്കും?
ഞമ്മക്ക് അത് വിറ്റ ₹1 മറ്റൊരു വിറ്റ ₹99 നിങ്ങൾ ഏതാ കൂടുതൽ ഇവിടെ നമ്മൾ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റഹ്മത്താണ് നമ്മുടെ ഒക്കെ ജീവിതം. അല്ലാഹുവിന്റെ കൃപയും കാരുണ്യവും ഇല്ലെങ്കിൽ അല്ലേ, അങ്ങനെ സിനിമ പാട്ടാണെങ്കിൽ അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഇല്ലേ, അല്ലാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ആർക്കും വെള്ളം കിട്ടോ ഭക്ഷണം കിട്ടോ ആർക്കും. ഒരാൾ പള്ളിക്കൽ സിനിമ പാട്ട് പാടി ആശയം ഏതിലുണ്ട് ഇരിക്കട്ടെ, അള്ളാഹുവിന്റെ കഴിവ് നൽകണേ. അപ്പോ പിന്നെ ഞാനിത് പാടാനും പഠിക്കാനും ഒരു കാരണം, ഞാൻ ആകെ ഒരു ജീവിതത്തിൽ ആകെ കണ്ടത് അത് സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കണം. അപ്പൊ അതിന് നമ്മളെ മാസ്റ്റർ കുറച്ച് കുട്ടികളൊക്കെ പാടെ കൂട്ടിയിട്ട് ആദ്യം അതിന്റെ പേരിൽ തന്നെ വാപ്പാൻ്റെ കണ്ടതൊക്കെ കിട്ടി. അപ്പൊ അന്ന് പോയി കണ്ട സിനിമയിലെ പാട്ടാണ് എത്തിയെന്നായിരുന്നു ആ സിനിമയുടെ പേര്. അപ്പോ സംഗതി ഞാനെന്നാക്കിയാനൊക്കെ കഴിഞ്ഞാൽ പാട്ട് കേട്ടപ്പോ എന്തായിരുന്നു സംഗതി പാട്ടിലൊരാശയാണ് ഇരിക്കട്ടെ. ഒന്ന് നിങ്ങളും കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പ്രായപൂർത്തിയ കഴിഞ്ഞ മുമ്പാണ്. അപ്പൊ എല്ലാവർക്കും കയറ് തരുമാറാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ മറച്ചു വെക്കേണ്ട സംഗതി ഒന്നുമില്ല, നമ്മള് ഭയങ്കര രോഗിയല്ലേ നമുക്ക്. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് ഞാനും പോയി കാണട്ടെ പോകാൻ. നിങ്ങളൊക്കെ പ്രായപൂർത്തി കഴിഞ്ഞ ആൾക്കാർ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് അവിടെ നമ്മൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഈ ഭൂമിയിലുള്ള എല്ലാ സംഗതികളും നിലനിൽക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഇല്ലേ, പടച്ചവന്റെ കൊണ്ടാണ് നമ്മളെ മനുഷ്യനാക്കി പഠിച്ചത്. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് വർഷം ഇവിടെ കാണുന്ന എല്ലാം അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ആ കാരുണ്യത്തിൽ നിന്നാണ് എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹം കാണിക്കും, ചെറുപ്പം കാണിക്കും ഒക്കെ. എല്ലാ മൃഗങ്ങളും പക്ഷികളും പറവകളും എല്ലാം ഇല്ലേ, ഒരു പക്ഷി അതിന്റെ മക്കളെ പോറ്റി വളർത്തുമ്പോ സുബ്ഹാന ദൂരെ പോറ്റി ഇല തേടിയിട്ട് ഈ പക്ഷി എന്ത് ചെയ്യും, തന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും അല്ലെ. ഏത് ജീവികളും ആ കാരുണ്യം കാണിക്കുന്നത് അല്ലാഹു തആല കൊടുത്ത ഒരു കാരുണ്യം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തുള്ള എല്ലാ സൃഷ്ടി ചരാചരങ്ങളിലും നിലനിൽക്കുന്ന കാരുണ്യം അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ 1% ലോകത്തിൽ വിതരണം ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന കാരുണ്യത്തെ അല്ലാഹു 100ആയി ഓഹരി ചെയ്യും. എന്നിട്ട് ഒരു ഓഹരി ലോകത്തെ എല്ലാ കടലിലും കരയിലും അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് മുഴുവൻ ഒരു ഓഹരിയാണ് ഓഹരി ചെയ്തു. അതാണ് ഇതിന്റെ തുടക്കം മുതൽ ഖിയാമത്ത് നാൾ വരെ എല്ലാവരും അനുഭവം കാണിക്കുന്നത്. നമുക്ക് നമ്മളെ മക്കളോട് കാരുണ്യം ഇല്ലേ, നമുക്ക് എല്ലാവർക്കും ഏതൊക്കെ നിലക്കുള്ള കാരുണ്യമുണ്ടോ സുബ്ഹാനല്ലാഹ്, ആ കാരുണ്യം മുഴുവൻ ഒരു ഉമ്മ മക്കളോട് കാരുണ്യം കാണിക്കുന്നു. എത്രയാണ് കാരുണ്യം അല്ലേ. മകൻ ഉമ്മാനോട് അങ്ങനെ തെറ്റി ഇങ്ങനെ തെറ്റി, ഉമ്മാനോട് തെറ്റിപ്പോയി, ഉമ്മാനോടെ ലോഡ്ജിൽ പോയി താമസായി, ഉമ്മാനോടെ പെണ്ണുങ്ങളവിടെ പോയി കൂടി, അങ്ങനെ ഉമ്മ ഉള്ള മനസ്സുകൊണ്ട് വിഷമിച്ച് അവസാനം ഒരു ദിവസം നോക്കുമ്പോൾ എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ഒടുങ്ങി നടക്കാണ്. അപ്പോഴാണ് നോക്കാനായില്ല. ഉമ്മ പറഞ്ഞ എന്റെ വീട്ടിൽ ഞാൻ പോയിപ്പോൾ എന്റെ വീട്ടിൽ അല്ലേ. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു കുട്ടിക്ക് വേണ്ടി തർക്കിച്ചു, കുട്ടിക്ക് വേണ്ടി തർക്കം. ഒരു പെണ്ണ് പറഞ്ഞു കുട്ടിൻ്റെതാണ്, മറ്റേ കുട്ടി പറഞ്ഞു കുട്ടി ഉള്ളതാണ്. മധ്യസ്ഥന്മാര് കഴിഞ്ഞു എന്ത് പറഞ്ഞിട്ടും രണ്ടു കുട്ടികളും സ്വീകരിക്കണില്ല. ഞാനിപ്പോ മധ്യസ്ഥന്മാര് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വിടുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കൂട്ടിനെ മുറിച്ച് പകുതി ഒരാൾക്കും തരാം. അപ്പൊ ഒരു പെണ്ണ് പറഞ്ഞു ആയിക്കോട്ടെ. മറ്റേ ആൾ പറഞ്ഞു മുറിക്കണ്ട, കുട്ടിനെ ഒപ്പ് കൊടുക്കണം. ഇപ്പൊ കുട്ടിയാരാ മുറിച്ചോ തന്നെ കൊണ്ടുവന്നതാണോ മുറിക്കണ്ട തന്നെ കൊണ്ടുവന്നതാ? അതാ മുറിക്കാതെ കണ്ട കുട്ടിനോട് കൊടുക്കൽ. അതാണ് കാരുണ്യം. ഈ കാരുണ്യം ആരിൽ എവിടെ കാരുണ്യം നിലനിൽക്കുന്നുവോ ഇത് മുഴുവൻ അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന കാരുണ്യത്തെ 100ആയി ഓഹരി ചെയ്തിട്ട് ഒരു ഓഹരി ലോകത്തെ കൊടുത്തു. ആ ഓരോഹരി കൊണ്ടാണ് മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും ബാക്കി എല്ലാ ജീവികളും ആ ഒരു ഓഹരി കൊണ്ടാണ്. ആ ഒരു ഓഹരിയാണ് റഹ്മാൻ എന്ന് പറയുന്നത്. റഹ്മാൻ ഭൂമിയിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കൃപ ചെയ്യുന്നവൻ, ഭൂമിയിൽ അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും
അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ, അതാണ് റഹ്മാൻ എന്ന് പറഞ്ഞത്. ഇനി അപ്പുറത്തുള്ള റഹീം ഉണ്ട്. റഹീമിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? റഹീമിന്റെ അർത്ഥം ദുനിയാവിൽ ഭയപ്പെട്ടവർക്ക് ആഖിറത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്നവൻ. അതേതാ? റഹീം എന്ന് പറഞ്ഞത് ഈ 99-ാണ്. റഹ്മാൻ എന്ന് പറഞ്ഞത് ഈ 1-ാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളെ അല്ലാഹു തആല റഹ്മാൻ നമ്മളിവിടെ നിർത്തിയിട്ട് ഇവിടെ ഇബ്ലീസ് നമ്മളെ ഈ 1 കൊണ്ട് തൃപ്തിപ്പെടുത്തിയിട്ട് ഒസ്വാസാക്കാനാണ് നോക്കുന്നത്. ഇപ്പുറത്ത് 99 വെച്ചാണ് അള്ളാഹ് കാത്തു നിൽക്കുന്നത്. അനക്ക് വേണ്ടത് റഹ്മാൻ എന്ന് പറഞ്ഞത് ഈ 99-ന്റെ 1-ആണ്, ഈ 100-ന്റെ 1-ആണ്. അപ്പുറത്ത് വെച്ചിരിക്കുന്നുണ്ട് റഹീം, ആ 99-ആണ്. അത് അള്ളാഹു ആർക്കെ കൊടുക്കുള്ളൂ? അത് അള്ളാഹു തആല അള്ളാഹുവിനെ മനസ്സിൽ ഉറപ്പിച്ചൊക്കെ കൊടുക്കുള്ളൂ ആ 99. അതുകൊണ്ട് ഒരു സാധനം വിറ്റാൽ 99-ലാവും, ഈ മറ്റേത് വിറ്റാൽ 1 ഉറുപ്പിലാവും. നിങ്ങൾ ഏതാ നോക്കാം? അവിടെ പോയാൽ കിട്ടുന്നത് 1 ലക്ഷം, നമ്മളെ പോയാൽ കിട്ടുന്നത് 99 ലക്ഷം. അങ്ങനെ നമ്മൾ ഓരോന്നും നോക്കും. അള്ളാഹുവിന്റെ റഹ്മത്ത് 99 അത് അള്ളാഹു തആല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാണ്? നാളെ ആഖിറത്തിൽ റഹീം, അള്ളാഹുവിനെ വിശ്വസിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല പ്രത്യേകമായി കൊടുക്കുന്നതാണ് റഹീം. അതുകൊണ്ട് ആ റഹീം എന്നതിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ? അതോ റഹ്മാൻ? അതിനാണോ? റഹ്മാൻ 1%, 100-ന്റെ 1, റഹീമോ ഇപ്പുറത്ത് 99. നിങ്ങൾക്ക് വിഷയം മനസ്സിലായി? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കണ്ടോ അല്ലെ? കരുണക്കടലായ അല്ലാഹു തആല അല്ലെ? കാരുണ്യത്തിന്റെ എന്തൊക്കെ മലയാള പദങ്ങൾ നമ്മൾ പറഞ്ഞാലും അതിന്റെ ഒരു ശ്രേഷ്ഠത എന്താ നിൽക്കുന്നത്? റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹുവിന്റെ റഹ്മത്തുകളെ 100ആയി ഓഹരി ചെയ്തിട്ട് അതിൽ ഓരോ ഓഹരിയാണ്. ആ ഓരോ ഓഹരി കൊണ്ടാണ് ഈ കാണുന്ന കൃപം മുഴുവനും നടക്കുന്നത്. എന്നാൽ ആ റഹ്മാൻ എന്നതിലെ ഭൂമിയിലെ താമസത്തെ നമുക്ക് ആ 1-ൽ നിന്നുള്ള ശതമാനം കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹ് എന്നതിനെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട്, അല്ലാഹ് എന്നത് ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ഖുർആൻ ഓതി ജീവിക്കാം, സ്വലാത്ത് ചൊല്ലി ജീവിക്കാം, നിസ്കരിച്ച് ജീവിക്കാം. കുറഞ്ഞ കാലത്തെ ജീവിതം കൊണ്ട് റഹീം അല്ലാഹ് സൂക്ഷിച്ചു വെച്ച 99. അപ്പൊ നമ്മള് എവിടേക്കാ നിൽക്കേണ്ടത്? 99. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പുറത്തെ അല്ലാഹ് എന്ന ശക്തിയുടെയും അപ്പുറത്തെ ശൈത്താൻ എന്ന ശക്തിയുടെയും മധ്യത്തിലാണ്, ഇല്ലേ? ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചാൽ ഏതെങ്കിലും ആളെ കിട്ടുമോ എന്നിട്ട് തിരിയാൻ? 99 നഷ്ടപ്പെടുത്തിയിട്ട് 1-ന്റെ ഒപ്പം ആരെങ്കിലും പോകും? കുട്ടി കൊണ്ടുള്ള 99 നഷ്ടപ്പെടുത്തിയിട്ട് 1-നെ കിട്ടാൻ ആരെങ്കിലും പോകും? പക്ഷെ ഇപ്പൊ നമ്മൾ പോകാനുണ്ട്. ഫാത്തിഹയുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് ഖൈർ തരും. ഏത് വിഷയത്തിൽ നമ്മൾ നോക്കണം. നമ്മൾ ക്ലാസ്സിലിരിക്കാൻ പഠിക്കാൻ ആ പഠനം എന്താണെന്നുള്ളത് നോക്കണം. അതാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി ഏതൊരു സംഗതിയുടെയും ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹ് അർ-റഹ്മാൻ അർ-റഹീം. എന്താ നമ്മൾ അല്ലാഹുവിന്റെ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കും. എന്താണ് ആരംഭിക്കുന്നത്? ചോറയ്ക്കാം, ചോറയ്ക്കാൻ ആരംഭിക്കുന്നു. കഞ്ഞുടിക്കാം, കഞ്ഞുടിക്കാൻ ആരംഭിക്കുന്നു. ചായ കുടിക്കാം, ചായ കുടിക്കാൻ ആരംഭിക്കുന്നു. യാത്ര പോകാം, യാത്ര പോകാൻ ആരംഭിക്കുന്നു. വസ്ത്രം ധരിക്കാം, വസ്ത്രം ധരിക്കാൻ ആരംഭിക്കുന്നു. ഫാക്ടറി ഓൺ ചെയ്യാം, ആരംഭിക്കുന്നു. എന്താണ് ചെയ്യാൻ ആരംഭിക്കുന്നത്? അത് എന്താ നമ്മൾ അള്ളാഹിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞത്? അള്ളാഹിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞത് എന്താണ്? അള്ളാഹിനോട് പടച്ചോനെ ഒരു കഴിവില്ലാത്ത പാപിയാണ് ഞാൻ, എല്ലാ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് എല്ലാ കഴിവുമുള്ള നീ ഈ വിഷയത്തിൽ എന്റെ കൂടെ നിൽക്കണേ. അല്ലേ? എല്ലാ കഴിവുള്ള ആളാണ് അല്ലാഹു തആല. നമ്മളാണെങ്കിലോ ഒരു കഴിവില്ലാത്ത ആളാണ്. അതുകൊണ്ട് എല്ലാ കഴിവുമുള്ള റബ്ബേ ഈ വിഷയത്തിൽ നീ എന്നെ സഹായിക്കണേ. നിന്റെ സ്ഥിതി എന്താ? നിന്റെ സ്ഥിതി അർ-റഹ്മാൻ അർ-റഹ്മാൻ. നീ ഈ ഭൂമിയിൽ എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് റബ്ബേ, പക്ഷെ എനിക്ക് കുറഞ്ഞ കാലത്തെ സംരക്ഷണം കൊണ്ട് എന്ത് കിട്ടാനാണ്? അർ-റഹീം. നിന്റെ ആ 99-ൽ എന്നെ ചേർക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇത് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം മോനെ മാറ്റി നിർത്തണം, ആദ്യം അവനെ മാറ്റി നിർത്തണം, എന്നിട്ട് വേണം ഇതിലേക്ക് തുടങ്ങാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മിയുടെ ശ്രേഷ്ഠതകൾ പഠിപ്പിച്ച് ബിസ്മില്ലാഹിന്റെ ഹർഫ്, അതിന്റെ മഹത്വം പണ്ടൊരിക്കൽ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തില്ല. എന്താണ്? അല്ലാഹ്, അർ-റഹ്മാൻ, അർ-റഹീം. അതാണ് ബിസ്മില്ലാഹിലെ 3 സിഫത്തുകൾ, വളരെ പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ അല്ലേ. ആ അല്ലാഹ്, അർ-റഹ്മാൻ, അർ-റഹീം അതിങ്ങനെ ഉച്ചരിക്കുമ്പോൾ, അത് പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആശയമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹ്, ഒരു കഴിവും ഇല്ലാത്ത ഞാനാണ് ഈ ഫാക്ടറി തുടങ്ങുന്നത്, ഒരു കഴിവുമില്ലാത്ത ഞാനാണ് ഈ കച്ചവടത്തിന് പോകുന്നത്, ഒരു കഴിവുമില്ലാത്ത ഞാനാണ് ജോലിക്കറുന്നത്, ഒരു കഴിവുമില്ലാത്ത ഞാനാണ് ഈ വിഷയത്തിൽ വരുന്നത്. പടച്ചോനെ, കുടിക്കുന്ന വെള്ളം തൊണ്ടയിലങ്ങ് കെട്ടി താഴോട്ട് പോണില്ല, മേലോട്ട് വരുന്നില്ല, അവിടെ കുറച്ചേരം നിന്നാൽ എന്താ ഇതിന്റെ സ്ഥിതി? അങ്ങനത്തെ ഞാനാണ് പടച്ചോനെ. ആ വെള്ളം കൊണ്ട് മുദ്ര ഉണ്ടാക്കാനേ പടച്ചോനെ. ഒരു ഭക്ഷണമാണ് കഴിക്കണ സമയം. ഇപ്പൊ അടുത്ത് ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ട് മുമ്പിൽ റബ്ബർ എസ്റ്റേറ്റ്, അതിന്റെ ഉള്ളിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, സുമാർ 35 വയസ്സ്. അവരുടെ കുടുംബങ്ങളൊക്കെ പിന്നെ എവിടെയോ ഹോങ്കോങ്ങിലും അങ്ങനെയൊക്കെ. ഇവ മാത്രമുള്ള ചങ്ങാതിയാണ്. ഓ കല്യാണം കഴിച്ചത്. ഇപ്പൊ അടുത്തൊരു ദിവസം രാവിലെ നോക്കുമ്പോ ഇവന്റെ വീട്ടിലുള്ള ലൈറ്റുകളൊക്കെ അങ്ങനെ തന്നെ കത്തി നിൽക്കേണ്ടി. പക്ഷേ ഈ റബ്ബർ തോട്ടത്തിലെ ടാപ്പിൽ നിന്ന് തൊഴിലാളികൾ ഇവൻ എന്ത് ചെയ്തു? ഇവൻ ജനലും വെച്ചിട്ടുള്ള കൂടെ പോയി നോക്കി. ഇയാളെന്ത് ലൈറ്റ് ഓഫ് ആക്കാൻ വെക്കുന്ന എഴുന്നേറ്റ് അപ്പൊ ഇങ്ങനെ ചുരുണ്ടി കിടക്കുക. ഭക്ഷണങ്ങളൊക്കെ കഴിച്ച അവശിഷ്ടങ്ങളൊക്കെ ചുരുണ്ടി കിടക്കും. അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരാളിച്ച് വന്ന് നോക്കുമ്പോ എന്താണ്? ഇവൻ ഒറ്റയ്ക്ക് രാത്രി എന്താണ് നമ്മുടെ ഈ പ്രിയ ഭക്ഷണം ബ്രോസ്റ്റ് അല്ലെ, ബ്രോസ്റ്റ് വാങ്ങിക്കൊണ്ടത് കഴിച്ചിട്ട് ആ ബ്രോസ്റ്റ് കഴിക്കുന്നത് തൊണ്ടയിൽ കുടിക്കണം. ഇവൻ ഭക്ഷണം തൊണ്ടയിൽ കുടിച്ചിട്ട് അവിടെ വീട് കിടക്കണം. പടച്ചോനെ, കഴിക്കണ ഒരു മാംസത്തിന്റെ കഷ്ണം, ഒരു പറ്റ്, അത് താഴേക്ക് ശരിക്ക് സഞ്ചരിക്കാൻ എന്റെ കഴിവില്ല. കുടിക്കുന്ന വെള്ളം മര്യാദക്ക് വയറ്റിലേക്ക് ഇറങ്ങിപ്പോകാൻ എന്റെ അടുത്ത് കഴിവില്ല. കുടിച്ച വെള്ളം മര്യാദക്ക് മൂത്രമൊഴിച്ച് തിരിച്ചു പോകാൻ, പുറത്തേക്ക് പോകാൻ എന്റെ അടുത്ത് കഴിവില്ല. ബിസ്മില്ലാ, എല്ലാ കഴിവും നിനക്കാണ്. അതുകൊണ്ട് റബ്ബേ, നിന്റെ കഴിവ് കൊണ്ട് എന്നെ സഹായിക്കണം. നീ ആരാണ്? നീ റഹ്മാനാണ്. ഞാൻ എത്ര പാപിയാണെങ്കിലും കൃപ ചെയ്യുന്നവനാണെങ്കിലും, അതുകൊണ്ട് റഹ്മാനായ നിന്നെ കൊണ്ട് എനിക്കത് സാധിപ്പിച്ചു തരണം. എനിക്ക് ഇവിടെ കിട്ടിയാൽ പോരട്ടോ, ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞു പോകും. പടച്ചോനെ, 99 വെച്ചിരിക്കുന്ന അപ്പുറത്തല്ലേ അർ-റഹീം. ഇനി നോക്കാട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അതിന്റെ രുചി? എന്താണ് അതിന്റെ രുചി? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഊദും ബിസ്മിയും ചെറുതൻ. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ ആളുകൾ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറാഖ് ഫതഹാക്കാൻ വേണ്ടി നിശ്ചയിച്ച ഗവർണറാണ് ഖാലിദ് ബിൻ വലീദ്. ഇറാഖിൽ അന്ന് പ്രമുഖർ താമസിക്കുന്ന രാജ്യമാണ് ഇറാഖ്. വലിയ വലിയ പ്രമുഖരും ധനാഢ്യരും ഒക്കെ അന്നേ ഇറാഖിലുണ്ട്. ഇറാഖിലേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഇസ്ലാമിക പ്രബോധനം നടത്തുക. അപ്പൊ അവിടെ ക്രൈസ്തവ വിശ്വാസികളുണ്ട്, വേദഗ്രന്ഥക്കാർ, അതേപോലെ തന്നെ ജൂതവിശ്വാസികളുണ്ട്. അവരൊക്കെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ വെല്ലുവിളിച്ചു. പരസ്യമായിട്ട് നിങ്ങൾ ഓതുന്ന ഖുർആനിന്റെയും അള്ളാഹിന്റെയും ഒരു ശക്തി തെളിയിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ റെഡിയാണ്. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. അന്ന് കിട്ടാവുന്ന ഏറ്റവും വിഷമുള്ള സാധനം, ഏറ്റവും വിഷം കലക്കിയിരിക്കുന്ന മരുന്ന്, ആ വിഷമുള്ള സാധനം കൊണ്ടുവന്നിട്ട് ഖാലിദ് തങ്ങളെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളാണ് കുടിച്ചിട്ട് നോക്കട്ടെ, മരിക്കോ മരിക്കൂലേ. അപ്പാണ് മനസ്സിലാവും നമുക്ക് നിങ്ങൾ പറഞ്ഞ അവിടെ ശരിയാണോ ഒക്കെ. ഖാലിദ് റളിയല്ലാഹു അൻഹു കൂളായിട്ട് ആ വെള്ളം വാങ്ങി. ആ ഉഗ്ര വിഷമുള്ള ആ പാത്രം ഞാൻ വെള്ളം വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു ഉറക്കെയാണ് ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഖാലിദ് റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് കുടിച്ചാണ് കാണിച്ചു. യാതൊരു ചാഞ്ചല്യവും ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിന് ഒരു തളർച്ചയും ഒരു ക്ഷീണവും ഒന്നും ഉണ്ടായി. അത് കണ്ടു നിൽക്കുന്ന ആളുകൾ
ജൂതന്മാർ, ക്രൈസ്ത്യാനികൾ, വേദഗ്രന്ഥം പഠിച്ചിരിക്കുന്ന ആളുകൾ ആ സെക്കൻഡിൽ പറഞ്ഞു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കിതാബുകൾ രേഖപ്പെടുത്തി ഇസ്ലാം ദീനാണ് ഹക്ക് എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ, എന്നാൽ അതിന്റെ തെളിവുകൾ നമുക്കൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ ബഹുമാനപ്പെട്ടവർ ഏറ്റവും വിഷമുള്ള വിഷം കൊണ്ടുവന്നു കൂളായിട്ട് അതിന് വാങ്ങി. എന്നിട്ട് അതാണ് ചൊല്ലിയിട്ടാണ്. നമ്മുടെ ഇപ്പോ നമ്മളൊക്കെ സിയാറത്തിന് പോകുന്ന ഹാജാത്തങ്ങൾ, ബഹുമാനപ്പെട്ട അജ്മീർ ഹാജാത്തങ്ങൾ, അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കണം. കൂടെ നമുക്ക് അള്ളാഹു കാവൽ നൽകണം. നമ്മുടെ ഡോക്ടറും കുടുംബമൊക്കെ ഇപ്പൊ അടുത്ത് ഇപ്പൊ ഈ ആഴ്ചയിൽ അജ്മീറിൽ പോകുന്നു, പോയി വന്നു എന്നാണ്. അള്ളാഹുവിനെ കബൂലാക്കണം. ഹാജാത്തങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു മദീനത്തുനിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹാജാത്തങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷാധികാരിയും ഭരണാധികാരിയുമായിട്ട് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ഭൂമിയുടെ മുകൾ ഭാഗത്തും അന്തർഭാഗത്തും നിങ്ങൾക്ക് താമസിക്കാനുള്ളത് ഇന്ത്യയാണ്. ആ ഓർഡർ പ്രകാരം ബഹുമാനപ്പെട്ടവർ പോരാ, റസൂലുള്ളാഹി ഓർഡർ പ്രകാരം. അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇറാഖ് വഴി വന്നിട്ട് ഇന്നത്തെ പറയാൻ പാടില്ലാത്ത സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ. ഇങ്ങനെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാണ്ഡഹാറില് ആ ഭാഗത്തെത്തിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ തീയിനെ ആരാധിക്കുന്ന ആൾക്കാർ. അപ്പൊ ഹാജാത്തങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഇസ്ലാം പ്രചരിപ്പിച്ച് പോവൻ അഗ്നി ആരാധകരായ ആളുകൾ ഹാജാത്തങ്ങളോട് പറഞ്ഞു, ഇവിടെ വേണ്ടാത്ത ഇവിടെ തീയാണ്, നിന്നെ പൊടിച്ച് നമ്മൾ തീയിലിടുന്നു. ഹാജാത്തങ്ങൾ അപ്പൊ അവരൊക്കെ കൂടെ അത്ര ധൈര്യമായിട്ട് ഹാജാത്തങ്ങൾ അവരൊക്കെ കൂടെ വളഞ്ഞിട്ട് പറഞ്ഞു, ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീ എത്ര കാലമായി തന്നെ ചൂടായിട്ട് നിൽക്കണം, നിന്റെ ഇസ്ലാം ഞങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആ തീയിൽ പോയിട്ട് കരിയാതെ പോകും. ആ തീയിൽ പോയിട്ട് കരിയാതെ തിരിച്ചു വരണം. അപ്പൊ മൂപ്പർ പറഞ്ഞു, ഞാൻ മാത്രം പോരാ, ഇവിടുന്ന് ഒരാളെ ഓനെ കൊണ്ടുപോകാം, ഇവിടുന്ന് ഒരാളെ എന്റെ കൂടെ തന്നെ. കാരണം എന്തുകൊണ്ട് ഞാൻ പോയി വന്നാൽ നിങ്ങൾ പിന്നെ പറയുന്നത് കണ്ടിട്ടാണ്, വായാചാരാണ്, അത് മറ്റതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ തരും, ഞാനും ഓനും കൂടി പോയി വരാം. അപ്പൊ പിന്നെ വെല്ലുവിളിച്ച ആൾക്കാർ കുഞ്ഞാണ്. അവരൊരാളെ തെരഞ്ഞെടുത്തു. ബഹുമാനമുള്ള ഹാജാത്തങ്ങൾ അവന്റെ കയ്യും പിടിച്ച് രണ്ടാളും കൂടി കൂളായിട്ട് ആ തീയിൽ കണ്ടു. ആ തീയിലിങ്ങനെ പോയി നിന്നിട്ട് രണ്ടാൾക്കും ഒരു കുഴപ്പമില്ല, തിരിച്ചു പോകും. ആ തീയിൽ അവർ നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ കൂടി നിൽക്കുന്ന സഭ മുഴുവൻ ഇസ്ലാം ഈ രാജ്യത്തെ പ്രചരിപ്പിച്ചത് സംഘികളും ഹിന്ദികളും മറ്റുള്ളവരൊന്നും പറയുന്നത് പോലെ ഇസ്ലാം ഇവിടെ പ്രചരിച്ചിട്ടുണ്ട്. ഇസ്ലാം പ്രചരിപ്പിച്ചത് അള്ളാന്റെ ദീനിന്റെ ഇജ്ജത്തുകൊണ്ടാണ്. ഇസ്ലാം നാം ആരാണ്? ഇസ്ലാം കൊണ്ട് അള്ളാഹു ഇജ്ജത്ത് നൽകിയ സമൂഹമാണ്. അള്ളാഹ് അല്ലാത്ത മാർഗത്തിൽ ഇജ്ജത്ത് തേടിയാൽ അതല്ല അള്ളാഹു നിസ്സാരപ്പെടുത്തിക്കണം. അതുകൊണ്ട് അള്ളാന്റെ ദീനിനെ ഇജ്ജത്ത് ഉണ്ടാക്കണമെങ്കിൽ ഇസ്ലാം അവിടെ എന്ത് പറയണമെന്ന് നോക്കിയിട്ട് മതി. മനസ്സിലായോ? നമ്മൾ കൊല്ലുമ്പോഴത്തേന് മറ്റവനെ കൊല്ലുക, വെട്ടുപാത്തിന് വില വെട്ടുക, മറ്റൊക്കെ ഇതാക്കുക, നമ്മുടെ മുദ്രാവാക്യത്തിന് പകരം അവിടെ മുദ്രാവാക്യം വിളിച്ചാൽ നമ്മുടെ കോലാഹലം ഉണ്ടാക്കുക. ദീനി നമുക്ക് പഠിപ്പിച്ചോ കൂട്ടുകൂടെ പോയാൽ ദീന് പഠിപ്പിച്ചു. ഇവിടെ ഒരുപാട് കാലമായി ഇന്ത്യ രാജ്യത്തെ നമ്മൾ ജീവിക്കണം. ഒരുപാട് മഹാനന്ദന്മാരൊക്കെ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് പഠിപ്പിച്ചത് കൂട്ടുണ്ട്. സമാധാനത്തിന്റെ ഇജ്ജത്തിന്റെ സമാധാനത്തിന്റെ കൂട്ട് ഇവിടെ പോയാൽ മതി. ഇന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താൻ മനസ്സിലായെങ്കിൽ എല്ലാ വിഭാഗം ആളുകളും ഇസ്ലാമിനെതിരെ ഉറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിച്ചോ ഹലാല് വാദമൊക്കെ വെറുതെ വന്നതാണ്? അല്ല, ഒരു ആസൂത്രിത നീക്കമാണ്. നമ്മളെ മാതിരി നമ്മൾ ഈ മുസ്ലിമീങ്ങൾ അധികം കച്ചവടക്കാരാണ്. ഏത് കച്ചവടം? ഫാക്ടറിയിലുള്ള ആളുകൾ ഉറപ്പാണ്. ഫാക്ടറി ഉണ്ടെന്ന് ഉള്ളതൊക്കെ ഏതാണ്? പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഏർപ്പാടാണ്. അതായത് അതാത് ദിവസത്തെ ക്ഷണികമായാണ്. നമ്മൾ വേറെ പൊറാട്ട കച്ചവടം നോക്കും. 100 പൊറാട്ട കിട്ടും, 75 ചെലവായി, 10 മുതലാളി പണിക്കാരും ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു, ബാക്കി 15. ഇന്നത്തെ കച്ചവടത്തിന്റെ ലാഭത്തിന് അത് തലക്കണ്ടോട്ട് വെച്ച് കമ്പുറക്കാൻ പറ്റുന്ന പാകത്തിലാണ് നമ്മളെ പരിപാടികളൊക്കെ.
ഒരു ദീർഘകാല പദ്ധതി നമ്മളെത്തില്ല. RSSകാരനും ബജറംഗകാരനും സംഘപരിവാറുകാരനും ഇന്ത്യ രാജ്യത്തിന് 100 കൊല്ലം കഴിയുമ്പോൾ എവിടെയാണ് എത്തേണ്ടത്? അതാണ്. അപ്പം ഇവിടെ നിരന്തരം ഹലാൽ പ്രശ്നം, തൊട്ടടുത്ത് ജിഹാദ് പ്രശ്നം, വിവാഹ പ്രശ്നം, അങ്ങനെ നിരന്തരം വാർത്തകളിലും ചാനലുകളിലും ഒക്കെ ഇസ്ലാമിനെ പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താ വരാൻ പോണത്? മുസ്ലിങ്ങളിൽ വളർന്നു വരുന്ന തലമുറയും മുസ്ലിം അല്ലാത്ത മതത്തിൽ വളർന്നു വരുന്ന തലമുറയും ഒക്കെ ഇസ്ലാമിനെ ഒരു ഭീകരമായിട്ട് കാണും, ഇസ്ലാമിനെ ഒരു പേടിയായിട്ട് കാണും, ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ ഒരു അക്രമത്തിന്റെ വേഷമായിട്ട് കാണും. ഇത് ഒരു ദീർഘകാലത്ത് നൂറ്റാണ്ടുകളെ പരിപാടി വെച്ചുകൊണ്ട് നീക്കങ്ങളാണ് ഈ നടക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ പോകണമാണ് പൊട്ടന്മാരാകാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ അപ്പൊ എപ്പോഴും ഇസ്ലാമിനെ പ്രതിപക്ഷത്തെ നിർത്തിയിട്ട് അങ്ങനെ എന്താണ് ഇതൊക്കെ കുറെ കാര്യങ്ങൾ കഴിയുമ്പോൾ അവർക്ക് എന്താ നേട്ടം? ഇസ്ലാം എന്ന കൾച്ചർ മുസ്ലിങ്ങളിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ടോ? എഴുത്തുകളൊക്കെ ഖുർആനിലുണ്ടാകും, പേര് മുസ്ലിമീങ്ങളതുണ്ടാകും. ഇപ്പൊ തന്നെ അന്യ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ വരുന്നവരെ നിങ്ങൾ നോക്കേണ്ടി ഇല്ലേ? പേരെന്താ പുറത്തോനെ അളവുണ്ട് ഇസ്ലാം. ഓരോരോ ആൾക്കാർ ഇവരെ പേരെടുക്കുന്ന എന്താ വരെ പേര് കണ്ടാലും ഒന്നുണ്ടാക്കാതെ കാണാൻ അങ്ങനത്തെ പേരുകളൊക്കെ അല്ലേ? ഇസുദ്ദീൻ, ഉമറുദ്ദീൻ ഒക്കെ നല്ല നല്ല പേരുകളാണ്. പക്ഷെ ഇസ്ലാമിന്റെ എന്തെങ്കിലും അവരെ കയ്യിലുണ്ടോ? എന്തില്ലാതെ ഓരോ നിസ്സാരപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ സ്വാതന്ത്ര്യത്തിന്റെ വിഭജനം മുതൽക്ക് അവർ ജീവിച്ചു പോരുന്ന പ്രദേശങ്ങളിൽ മദ്രസയില്ല, പള്ളിയില്ല, അവർക്ക് ഇതുപോലത്തെ ഒരു ക്ലാസ് ഇല്ല, ഉത്ബോധനങ്ങളില്ല, ഒരു സംഗതിയും അവർക്ക് കിട്ടുന്നില്ല. ഇതുപോലത്തെ ഒരവസ്ഥയിലേക്ക് എല്ലാ സ്ഥലവും കൊണ്ടുപോകാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ. വീടുകളിലെ ഖുർആൻ പാരായണം, കുട്ടികൾക്ക് ഖുർആൻ പാരായണം പഠിപ്പിക്കുക, ഇസ്ലാം കൊണ്ട് ഇസ്സത്തുണ്ടാക്കുന്നത്. ഹാജാത്തങ്ങൾ എന്താ ചെയ്തത്? വാളും മുഖെടുത്തിട്ടില്ല, ആ തീരിങ്ങനെ പോയി നിന്നിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ആളുകൾ കൂട്ടമായിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന് ഇസ്സത്തുണ്ടാക്കി കൊടുത്തതൊക്കെ അങ്ങനെയാണ്. അത് ഇന്നും സാധിക്കും. അതുകൊണ്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ ഒരു കൾച്ചർ നഷ്ടപ്പെടുമ്പോൾ എന്താ വരുന്നത്? ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കണ്ടേ, നമ്മളെല്ലാത്തിനുള്ള ബഹുമാനം കുറഞ്ഞു വന്നു എത്രയോ കുറഞ്ഞു വന്നു. ഞാനൊക്കെ ഫസ്റ്റിൽ ഓതാൻ പോണ കാലത്ത് മുസാഖ് ഒരു ഉറയിലിട്ടില്ല. എന്നൊക്കെ പറഞ്ഞു മുസാഖിന്റെ ഒരു ഉറ പ്രത്യേകമായിട്ടുണ്ട്. ഒരു ഉറ മുസാഖിന് ആ ഉറങ്ങനെ പ്രത്യേക ഒരു അത് വേറെ തന്നെ അല്ലെ? ഇന്ന് നമ്മളൊക്കെ കാലഘട്ടം വന്നപ്പോൾ സ്കൂൾ പുസ്തകവും അതുപോലെ തന്നെ ഏതും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോണ ബാഗിൽ അതിൽ ഏതുണ്ടാകും? അറബി പുസ്തകം ഉണ്ടാകും. അത് ഖുർആനാണ് അല്ലേ? മറ്റേ ഇംഗ്ലീഷ് ഉണ്ടാകും. ഇത് ഇംഗ്ലീഷ് ബുക്ക്, ഇത് അറബി ബുക്ക്. അത്രേ നമ്മളെ കുട്ടികൾക്ക് എന്താവുള്ളൂ. മറ്റേ ഉസ്താദിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഉപയോഗിക്കില്ല. പിന്നെന്താണ്? അറബി പഠിപ്പിക്കണം ഇല്ലേ? അറബി മാസ്റ്റർ ഖുർആൻ പഠിപ്പിക്കുന്ന ആളെന്താണ്? അറബി മാസ്റ്റർ. അപ്പൊ അത് അറബി, ഇത് ഇംഗ്ലീഷ്. ബഹുമാനം കുറഞ്ഞുകൊണ്ടല്ലേ? എല്ലാറ്റിനും പറഞ്ഞു മതി, ഒരു വിഷയത്തിൽ മാത്രമല്ല. അപ്പൊ അങ്ങനെയാണ് നോക്കിയാൽ എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹ്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാർ എന്താ ചെയ്ത്? ബഹുമാനപ്പെട്ട ബിശുൽ ഹാഫിദ് റളിയല്ലാഹു അൻഹു ഔലിയാക്കൾ വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യം 2 ദിർഹമാ കയ്യിലുള്ളത്. അപ്പൊ നോക്കുമ്പോ ബിസ്മില്ലാഹി എഴുതിയിരിക്കുന്ന ഒരു കഷ്ണം കടലാസിന്റെ നിലത്ത് വീണാണ്. സുബ്ഹാനല്ലാഹ്. മൂപ്പരെന്ത് ചെയ്തു? മൂപ്പര് 2 ദിർഹമിൽ നല്ല ഒരു പാത്രമാണ്, അതിന്റെ ഒരു കവറോ അതിൽ അത്ര പറ്റി ആ ബിസ്മി അതിന്റെ ഉള്ളിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചു. ബിസ്മിയുള്ള ബഹുമാനം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട യാ ബിശ്ർ തയ്യബ് തസ്മീ ലൗ തയ്യിബന ഇസ്മക ഫിദ്ദുനിയ വൽ ആഖിറ. എന്റെ പേരുള്ള ബിസ്മില്ലാഹിയെ നീ ബഹുമാനിച്ച് പരിശുദ്ധമാക്കിയത് കൊണ്ട് ഇനി മുതൽ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് ഞാൻ പരിശുദ്ധി കൽപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ദീനാർ രണ്ടാളാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ. അല്ലാഹു റബ്ബി. ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ തങ്ങൾ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചങ്ങായിന്റെ കള്ളുടിച്ചാൽ വീണാണ്, മദ്യപിച്ചിട്ട് അവിടെ വീണാണ്. അപ്പൊ മൂപ്പരെ കണ്ടപ്പോ അങ്ങനെ നമ്മളെ ഉസ്താദ്മാരെയൊക്കെ കണ്ട കള്ളുടിയന്മാരെ അതങ്ങനെ കള്ളുടിയന്മാര് നമ്മളെ കണ്ട അസ്സലാമു അലൈക്കും
എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു രോഗം കൂടുതൽ. അപ്പൊ മാലിക്കുദ്ദീനാണ് തങ്ങൾ അള്ളാന്റെ ഔലിയാക്കൽപ്പെട്ട മഹാൻ. മൂപ്പരിനെ നടന്നു പോകുമ്പോ കള്ളുടിച്ച് വീട് നടക്കുന്ന ആൾ എന്ത് ചെയ്തു? മൂപ്പരോട് കണ്ടപ്പോ പോകാനുണ്ടാക്കി ജനരോട്. അപ്പൊ ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ തങ്ങൾ അവന്റെ അവിടെ ഇരുന്നു. ഓനെ ഭയങ്കര രോഗം സന്തോഷമായി. എന്നിട്ട് ഓനോട് പറഞ്ഞു, മോനെ നീ അള്ളാന്റെ ഖുർആനാണ് ഓതുന്നത്, അതുകൊണ്ട് മദ്യപിച്ച ഈ നാവ് കൊണ്ട് അള്ളാന്റെ പേര് പറയണ്ടേ. അള്ളാഹുവിന്റെ പേര് നീ മദ്യപിച്ച നാവ് കൊണ്ട് പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കുറച്ച് വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളത്തിൽ വേണം നല്ലോണം നാവ് നല്ലോണം വായി കുപ്പിളിപ്പിക്കാൻ പറ്റും. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനി നീ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹു സ്വപ്നത്തിൽ വിളിച്ചു, ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീൻ തങ്ങൾ, എന്റെ പേര് പറയുന്ന ആ നാവിനെ നീ ശുദ്ധിയാക്കി കൊടുത്തില്ലേ, അതുകൊണ്ട് നിങ്ങളെ പേര് ഞാൻ മലക്കുകൾ കളച്ച് ഉയർത്തിയിരിക്കുന്നു. മാത്രമല്ല അത് കാരണമായി ആ മദ്യപാനിയായ ആൾ എന്നേക്കും മദ്യപാനം നിർത്തിയിട്ട് അയാൾ പിന്നെ ഔലിയാക്കളെ മർത്തബയിലേക്ക് ഉയർന്നു എന്നാണ് ഞാൻ പറയുന്നത്. ബഹുമാനിക്കേണ്ടതിനെ അർഹമായി ബഹുമാനിക്കേണ്ടതിനെ അർഹമായി ബഹുമാനിക്കും. നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതെന്തല്ല ഒരു പരിപൂർണമായ ആശയത്തോടു കൂടെ ആകണില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഏത് സംഗതി തുടങ്ങുന്നോ ആരാണ് അള്ളാഹു? ഞാൻ എത്ര മോശക്കാരനാണെങ്കിൽ അള്ളാഹു തന്നെ റഹ്മാനാണ്. എന്നാൽ എനിക്ക് ഈ റഹ്മത്ത് കൊണ്ട് മതിയാക്കിയാൽ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിന്റെ കാരുണ്യം മുഴുവൻ 99 മാറ്റിവെച്ചിരിക്കുന്നത് ആഖിറത്തിലേക്കാണ്. അപ്പൊ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെടുത്തുള്ള ഒരുവിധം തെറ്റുകളും കുറ്റങ്ങളും പാകപ്പിഴവുകളും ഒക്കെ ആ 99 കൊണ്ട് അള്ളാഹുവിന്റെ വാഴ്ചകളെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിന്റെ ആ 99 പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ കാവൽ നൽകണേ അല്ലാഹ്, അള്ളാഹുവിനെ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബ് എന്നാണ് പറയുന്നത് അല്ലേ? റഹ്മാനും റഹീമുമായ റബ്ബ്. അപ്പൊ നമ്മുടെ ഉടമസ്ഥനായ റഹ്മാൻ ഭൂമിയിൽ നമുക്ക് അങ്ങേയറ്റത്തെ കാര്യം, റഹീം ഭാരത്തിന്റെ ലോകത്തെ അങ്ങേ. അപ്പൊ ഇവിടുത്തെ 1 അവിടുത്തെ 99. അള്ളാഹുവെ നിങ്ങൾക്ക് ഖൈർ നൽകണം, ബറക്കത്ത് നൽകണം. ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ബിസ്മി ചൊല്ലാത്ത എല്ലാം ബറക്കത്തില്ലാത്തതാണ്. ബിസ്മി ചൊല്ലാത്ത എല്ലാം ബറക്കത്തില്ലാത്തതാണ്. അത് ഭക്ഷണം കഴിക്കലാകാം, ഭാര്യമാര് ബന്ധപ്പെടലാവാം, ഏത് സംഗതിയുമാവാം, അതിനെ മുമ്പിൽ വെക്കേണ്ടതാണ് ബിസ്മി. അപ്പോ ആ ബിസ്മില്ലാഹിയെ അതിന്റെ അർത്ഥവും ആശയങ്ങളും മനസ്സിലാക്കി നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ഉച്ചരിക്കണം. അപ്പൊ അതിന് വലിയ പ്രതിഫലം. അതുകൊണ്ട് ഫാത്തിഹയിലെ തുടക്കമായ അഊദ്, പിന്നെ ആദ്യ ആയത്ത് ബിസ്മില്ലാഹ്. 2 നിലക്കാണ് ഫാത്തിഹയുടെ ആയത്ത് എണ്ണിയത്. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ 114 പ്രാവശ്യം, 113 സൂറത്തിന്റെ ആരംഭത്തിലും 1 സൂറത്തിന്റെ മധ്യത്തിലും 114 ബിസ്മി. 114 ബിസ്മിയും ഒന്നിന്റെ ആവർത്തനമാണോ? ഒന്നിൽ മാത്രമായ, ബാക്കി എല്ലാവർക്കും അതിന്റെ ആവർത്തനം. അപ്പൊ ഫാത്തിഹയിലെ ആയത്തായി കൂട്ടിയാൽ ബിസ്മി 1ാമത്തെ ആയത്ത്, ബിസ്മി 1, അൽഹംദു 2, പിന്നെ അർറഹ്മാൻ 3, പിന്നെ മാലിക് യൗമിദ്ദീൻ 4, പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 5, പിന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 6. ഇനി ബാക്കി സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഒരു രീതിയിൽ എണ്ണി വരുന്നത് അങ്ങനെ. മറ്റത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള എല്ലാത്തിന്റെ ആരംഭത്തിലുള്ള ഒരായത്താണ്. അപ്പൊ നമുക്ക് ഫാത്തിഹ തുടങ്ങുന്നത് എങ്ങനെ? അൽഹംദു 1 അല്ലേ, അർറഹ്മാൻ 2, പിന്നെ മാലിക് 3, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ 4, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 5, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം 6, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അതാണ് അസ്സബഉൽ മസാനി. ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന 7 ആയത്തുകൾ, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന 7 ആയത്തുകൾ. ഫാത്തിഹ ഓതാത്തൊരു സമയമാണ്. ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന 7 ആയത്തുകൾ മാത്രമല്ല, ഓരോ ആയത്തുകൾക്കും നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന ഓരോ ആയത്തും ഓതുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് അപ്പോൾ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ ഫാത്തിഹയിലെ ഏത് ആയത്ത് ഓതിയാൽ ആ ആയത്ത് ഓതുന്ന സമയത്ത് അപ്പോൾ അതിന്റെ സന്തോഷം അല്ലാഹു തആല മലായികത്തിനോട് പറയും. അങ്ങനത്തെ സൂറത്താണ് ഫാത്തിഹ
ഇൻഷാ അല്ലാഹ് ഓരോ ആയത്തിന്റെയും അള്ളാഹു രേഖപ്പെടുന്ന സന്തോഷമുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിക്കും. എന്താണത്? ഫാത്തിഹയുടെ ആരംഭമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് 19 ഹർഫാണ്. ബിസ്മില്ലാഹി എത്ര ഹർഫാണ്? 19 ഹർഫാണ്. നരകത്തിന്റെ പാറാവുകാരായ മലായികത്തിന്റെ എണ്ണം എത്രയാണ്? 19. ഈ 19 ആ 19 നമ്മൾ പറയുന്ന വാക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ചെയ്യുന്ന യാത്ര എല്ലാം ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്, അല്ലേ? അതൊക്കെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ 19 പിടിച്ചോ. ഈ 19 നീ വിട്ടാൽ പിന്നെ നിന്നെ പിടിക്കാൻ നിൽക്കുന്നത് ഏത് 19? നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള 19. നരകത്തിലേക്ക് കേൾപ്പിക്കപ്പെട്ട 19 മലക്കൾ അപ്പുറത്തുണ്ട്. അപ്പൊ നിന്നെ ഈ ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ട് നീ പിശാചിന്റെ മാർഗത്തിൽ പോയാൽ നരകത്തിലേക്കുള്ള 19. ഇങ്ങോട്ട് അള്ളാന്റെ ഭാഗത്തേക്ക് തിരിയാണോ സ്വർഗത്തേക്കുള്ള 19. അതുകൊണ്ട് ഏതൊരു പ്രവർത്തിയുടെ മുമ്പിലും ഈ 19 മുന്തിച്ചുകൊണ്ട് കാവൽ തേടിപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വർഗാവകാശമാക്കി. പ്രിയപ്പെട്ട ഉമ്മ സഹോദരന്മാരെ, കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാകും. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാകും. ഇനി നമുക്ക് ഇരുന്ന് പോകാൻ സമയമില്ലെങ്കിൽ ഫാത്തിഹയുടെ ആവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഫാത്തിഹയുടെ ആവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വർദ്ധിപ്പിച്ചുകൊണ്ടേ. ഇനി അല്ലാഹുവിന്റെ റഹ്മാൻ എന്നതും റഹീം എന്നതും രണ്ടിനും നാം അർഹരാകുന്നതിന് വേണ്ടി അല്ലാഹ് എന്നതിന് നമ്മൾ അവലംബിക്കണം. അല്ലാഹു തആലയുടെ ഖൈറായതിനൊക്കെ അർഹമുർ-റഹീമായ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ ഇതൊക്കെ വലിയ സൽക്കർമ്മത്തിന്റെ പട്ടികയിൽ വരണം. ഇത് നിങ്ങളോട് പ്രത്യേകം ഉണർത്തി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഫെബ്രുവരി 13 ഞായറാഴ്ച അല്ലേ? ആയിരിക്കും. 12 ആ നക്ക് ഒഴിവാക്കാനാണ് ഞാൻ ഈ കലണ്ടർ കൊണ്ടുവന്നത്. ഫെബ്രുവരി 12 അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം മനസ്സിലായി. അല്ലാഹു തആല ഖൈർ കണ്ണുകൾ ഈ 13. ഇനി ഇത് മാത്രമല്ല, അടുത്ത മാസം 2ാമത്തെ ഞായറാഴ്ച 13 തന്നെയാണ്. അപ്പൊ 2 ക്ലാസ്സുകൾ നോമ്പിന്റെ മുമ്പ്, ഒന്ന് അടുത്ത 13, മറ്റൊന്ന് പിറ്റേത്തെ 13. ഞാൻ ഇതെന്തിനാ നേരത്തെ പറയുന്നത്? ആ 13 എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മണി ഒഴിവാക്കി വെച്ചോ. നിങ്ങൾ എനിക്ക് മണി ഒഴിവാക്കാൻ വേണ്ടി അള്ളാഹു തന്നെ കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് സാധാരണ മഞ്ജുമായിട്ട് ഒരു കലണ്ടർ തരുന്നുണ്ട്. അത് നിങ്ങൾ ഡേറ്റ് അറിയാതെ മുന്നോട്ട് തരുന്നതല്ല. പിന്നെ വേറെ കുറെ കാര്യം നമ്മൾ സ്ഥാപനത്തിന്റെ കലണ്ടർ നമ്മുടെ വീട്ടിലുണ്ടായത് വലിയൊരു കാര്യം. നമുക്ക് ദിവസം ആളുകളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക്, എന്താ കാരണം? കുറച്ച് ഉസ്താദെ എന്റെ മോളെ പ്രസവത്തിന് കൊണ്ടുപോകാൻ ലേശം വിഷമുണ്ട്, ഒന്ന് അവിടെ വേർക്കണം. നിന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കാണ്, ഒന്ന് അവിടെ വേർക്കണം. നമ്മളൊരു 10 സ്ഥാപനത്തിന്റെ കലണ്ടർ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ 10 സ്ഥാപനത്തേക്ക് വിളിച്ചു പറയാൻ വേറെ എവിടെയും നോക്കണം. മനസ്സിലായി? അങ്ങനത്തെ ഒരു ഉപകാരം വെച്ച് കാണാൻ. അപ്പൊ അതുകൊണ്ട് ഈ കലണ്ടർ നമ്മുടെ സാധാരണ തരുന്ന മാതിരി എല്ലാവർക്കും കൊടുക്കാൻ പല ഭാഗത്ത് മമ്പൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മമ്പൊക്കാക്കാൻ ഇത് വിൽപ്പനയല്ല. നിങ്ങൾ എല്ലാവരും സ്ഥാപനത്തിന് ഒരു സംഭാവന കൊടുക്കുക. കലണ്ടർ നിങ്ങൾക്ക് സ്ഥാപനത്തിന് ഒക്കെ നിങ്ങൾ എത്ര കൊടുത്താലും അപ്പൊ എത്ര 50 100 എത്ര ഇതങ്ങനെ കണക്കൊന്നും നോക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ദർസിലേക്ക് അപ്പോ ഇൻഷാ അല്ലാഹ് കലണ്ടർ അതിന്റെ വഴിക്ക് അങ്ങനെ സഞ്ചരിക്കട്ടെ. നമുക്ക് വായിച്ചു. അപ്പൊ
ഇൻഷാ അല്ലാഹ് SYS കോഴിക്കോട് പൈതൃക സദസ്സിലെ ഇനി രാത്രി 7 മണിക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അനുസ്മരണം ആലാപനം, അതായത് നമ്മള് ഈ സദസ്സുകളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഓരോന്നുമായി ബന്ധപ്പെട്ട ആളുകൾ SYS പ്രവർത്തകന്മാര് അവരുടെ സോൺ തലത്തിൽ നടക്കുന്ന കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവർ പ്രത്യേകമായിട്ട് അത് ചെയ്യാൻ മുസ്ലിം ജമാഅത്തിന്റെ സന്ദേശയാത്രകൾ നാളെ അള്ളാഹു വിജയിക്കുമാറാണ്. അള്ളാഹു സന്തോഷം തരും. വാരാന്ത വനിതാ പഠന ക്ലാസ് മുച്ചുന്തി മദ്രസയിൽ അതാരാണ് ബഷീർ സക്കാഫി നാളെ ഇന്ന് അസറിന് ശേഷം എല്ലാ ആഴ്ചയും എല്ലാ ശനിയാഴ്ചയും രാവിലെ 10:30 മുതൽ 12 മണി വരെ വനിതകൾക്ക് തജ്വീദ് ക്ലാസ്, വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെ. ഖുർആൻ നന്നായിട്ട് പഠിക്കാനും അവസരം. പിന്നെ മഗ്‌രിബിന് SYS SSF കോഴിക്കോട് ഡിവിഷൻ ആത്മീയ സംഘം ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല വിജയിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നാണ് ഇതൊക്കെ എന്താ ഓരോന്ന് വായിക്കണം. ഇൻഷാ അല്ലാഹ് നോക്കാം, വേഗത്തിൽ വായിക്കാം. ലിവർ ഓപ്പറേഷൻ നടക്കുന്ന ഒരു സഹോദരൻ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രഷർ കൂടി ബോധം നഷ്ടപ്പെട്ട ഒരു സഹോദരന് വെന്റിലേറ്ററിൽ കിടക്കും. അല്ലാഹു നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. വീട് സംബന്ധമായി കടബാധ്യതയുടെ പ്രത്യേകം കാഴ്ച. പന്നിയങ്കര മുസ്ലിം ജമാഅത്ത് പ്രവർത്തകന്റെ 2 മക്കൾ ആക്സിഡന്റ് ആയി കിടപ്പിലാണ്. അല്ലാഹ് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രവർത്തകന്റെ വിദേശ യാത്ര യാത്ര നീ സന്തോഷത്തിലായി കൊടുക്കണം, സന്തോഷത്തിലായി കൊടുക്കണം. ഒരു പ്രവർത്തകന് കേസിൽ നിന്ന് സലാമത്താണ്. എന്ത് കേസാണെങ്കിലും സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാഹ്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. എന്റെ ഉമ്മയുടെ ആണ്ട് അവരുടെ ഉമ്മക്ക് നീ എല്ലാവിധ റിസത്തും നൽകണേ അല്ലാഹ്. സജീവ പ്രവർത്തകന്റെ ഭാര്യയുടെ അസുഖം മാറാനും സാമ്പത്തിക പ്രയാസം തീർന്നു കിട്ടാൻ പടച്ചോനെ അദ്ദേഹത്തിന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ദുആ പ്രവർത്തകന്റെ കുട്ടികളുടെ ബുദ്ധിശക്തി ലഭിക്കാൻ നല്ല ദീനീ കുടുംബമായി തീരാൻ അല്ലാഹു കുട്ടിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്. ദീനിയായ കുട്ടിയാക്കി വളർത്തണേ അല്ലാഹ്. പ്രവർത്തകന്റെ ഉമ്മ രോഗത്തിൽ കിടപ്പിലാണ്. കുറച്ചുകൂടി ആ ഉമ്മാക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. ഈ പരിപാടിയുടെ ഫ്ലക്സ് സ്പോൺസർ ചെയ്ത ഫോക്കസ് ഡെന്റൽ ആൻഡ് ഐ ക്ലിനിക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഈ പരിപാടിക്ക് ചായ രാവിലത്തെ ചായ അല്ലേ, വളാപ്പൻ ചായ അദ്ദേഹത്തിന് കൈ കൊടുക്കണേ. ഭർത്താവ് വിസിറ്റിൽ പോയിട്ടുണ്ട്, വിസ എളുപ്പത്തിൽ കിട്ടാൻ അല്ലേ, അള്ളാഹു എളുപ്പത്തിലായിരിക്കും. മകളും ഭർത്താവും തമ്മിൽ പ്രശ്നത്തിലാണ്. എന്തേക്കും ഒരു പ്രശ്നം കുറച്ച ഫാത്തിഹന്റെ ബർക്കത്തോട് എളുപ്പം പ്രശ്നം തീർന്നതാണ്. കുടുംബജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കണം. കച്ചവടം നല്ല രീതിയിൽ കടമില്ലാതെ ചെയ്യാൻ കുറച്ചോനെ നീ ആവതാക്കണേ അല്ലാഹ്. ഗൾഫിൽ ലൈസൻസ് എളുപ്പം ലഭിക്കാൻ കുറച്ചോനെ നീ ഹൈറായി കൊടുക്കണം. കുടുംബത്തിലുള്ളവരിൽ നിന്നും സമാധാനം കിട്ടാൻ നമ്മുടെ സ്വഭാവം കൂടി നന്നാക്കാൻ എന്തെങ്കിലും സമാധാനം ഉണ്ടല്ല. കുടുംബക്കാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടായാൽ പറ്റും. കുടുംബത്തിൽ ഒരു സംഗതിയിൽ കേസുണ്ടെങ്കിൽ 90% ഒരു 10% നമ്മളും കുഴപ്പമുണ്ടാവും. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാൻ എല്ലാവരും വിട്ടുവീഴ്ചക്ക് നിൽക്കണം, എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണം. അപ്പൊ കുടുംബത്തിൽ അല്ലാഹു സന്തോഷം തരും. കുറച്ചോനെ എല്ലാ കുടുംബത്തിലും റാഹത്ത് നൽകണേ അല്ലാഹ്. ഈ ദ്വാരക്കാൻ വന്നവർക്ക് നീ പ്രത്യേകം ഖൈർ കൊടുക്കണേ, നല്ല മക്കളെ നൽകണേ അല്ലാഹ്. സന്താന ഭാഗ്യം ഉണ്ടാകാൻ. വിദേശത്തിൽ പോലീസ് കസ്റ്റഡിയിലാണ് മകൻ, ഈ എളുപ്പത്തിൽ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ശരീരവേദനകൾ മാറ്റി കിട്ടാൻ അല്ലാഹു നീ വേദനകളൊക്കെ മാറ്റി ഖൈറാക്കണേ. ഖൈറായ വീട് ലഭിക്കാൻ നീ തൗഫീഖ് നൽകണേ. നാളെ വീട് രജിസ്ട്രേഷൻ നടക്കുന്ന പ്രത്യേകം കാഴ്ചയാണ്. ബർക്കത്തുള്ള വീടാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം കാഴ്ചയാം. ഒരു സഹോദരി ഒരു കവറിൽ ഒരു 500 രൂപ നൽകി പ്രത്യേകം അല്ലാഹു നീ ഖൈർ നൽകണേ. നീ ബർക്കത്ത്
നമ്മുടെ ഈ പള്ളിയിൽ മുഅദ്ദിനായിട്ടായിരുന്ന ബഷീർ മൗലവിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ പ്രത്യേകം പറയുമ്പോൾ ക്ലാസ്സിൽ സ്ഥിരമായി തന്നെ ചെയ്യുക എല്ലാവരും നല്ല കൽപ്പോടുകൂടെ ആമീൻ പറയും. ഇത്രയും നിങ്ങൾ അള്ളാഹുവിന്റെ നമ്മൾ അപേക്ഷ വെറുതെ ഇൻഷാ അല്ലാഹ്. സെയ്ദുക്ക് അടക്കമുള്ള നമ്മുടെ ബഷീർ മൗലവി അടക്കമുള്ള നമ്മുടെ രക്തബന്ധ വിവാഹബന്ധത്തിലൊക്കെ മരണപ്പെട്ടവർക്കടക്കം നമുക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ പരിസരങ്ങളിലൊക്കെ ഉള്ള പള്ളികളിലും മറ്റുമൊക്കെ നടക്കുന്ന നമ്മുടെ പരിപാടികൾ കല്ലായി പള്ളിയിലല്ലേ പരിപാടി അല്ലേ? അല്ലാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. നമ്മുടെ സഹോദരിമാരും ഉപഭംഗന്മാരൊക്കെ നമ്മുടെ മദ്രസയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. കൊറോണയും അതുപോലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും എല്ലാ റാഹത്തിലും കൂടാൻ സാധിച്ചാൽ ഒരു ചെറുപ്പക്കാരൻ കുട്ടി കൊറോണയിൽ കുറച്ച് ബുദ്ധിമുട്ടപ്പെട്ട് കുറച്ച് ക്ഷീണം വരുന്നു. അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഓൺലൈൻ കാലഘട്ടമാണ് എല്ലാം. നമ്മൾ എത്രയോ വിദേശത്തുള്ള സുഹൃത്തുക്കൾ ഓൺലൈനിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതിൽ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ونبروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله 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 لا إله اللهم صل على محمد وعلى آل سيدنا مولانا محمد أرحم الراحمين يا الله مالك الملوك يا الله خالق رازق يا الله رحمن رحيم يا الله ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബസമേതം ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാഹ് ഈമാനിന് കാവൽ നൽകണേ അല്ലാഹ് ഈമാനിന് യഖീൻ നൽകണേ അല്ലാഹ് പടച്ചവനെ സന്തോഷത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഇരുട്ടിലും വെളിച്ചത്തിലും ഈമാനിന് കാവൽ നൽകണേ അല്ലാഹ് തഖ്വ നൽകണേ അല്ലാഹ് ഇഖ്ലാസ് നൽകണേ അല്ലാഹ് ഇസ്സത്ത് നൽകണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് നിഅമത്ത് നൽകണേ അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാഹ് പടച്ചവനെ അതിരാവിലെ മുതൽ മണിക്കൂറുകൾ നിന്റെ പള്ളിയിലും പരിസരത്തുമായി ആണും പെണ്ണും ചെറുപ്പക്കാരും കുട്ടികളും പ്രായമുള്ളവരും വ്യത്യാസമില്ലാതെ നിന്റെ ഖുർആനിന്റെ മജ്ലിസിൽ ഞങ്ങൾ കൂടി നീ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഇതിന് പകരമായി ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം തരണേ അല്ലാഹ് അത് ഞങ്ങൾ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാഹ് ഉസ്താദുമാർക്ക് നൽകണേ അല്ലാഹ് ഭാര്യമാർക്ക് നൽകണേ അല്ലാഹ് ഭർത്താക്കന്മാർക്ക് നൽകണേ അല്ലാഹ് മക്കൾക്ക് നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളെ ബന്ധുമിത്രാദികൾക്ക് നൽകണേ അല്ലാഹ് ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്ക് നൽകണേ അല്ലാഹ്
പഠിച്ചവനെ ഖബറാകുന്ന വീട്ടിൽ പലരും വിശ്രമിക്കുന്നുണ്ട്. ഖബറിൽ കിടക്കുന്നവരെ പറയുമ്പോൾ അവരെ മുഖം ഞങ്ങളെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. നിങ്ങളെ ഉമ്മമാർ, ഉപ്പമാർ, ഭാര്യമാർ, പെങ്ങന്മാർ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ കൂടെ ക്ലാസ്സിൽ കൂടിയിരുന്നവർ, ഞങ്ങളോട് ഒപ്പത്തിനൊപ്പം നടന്നവർ, പ്രവർത്തിച്ചവർ, അവരൊക്കെ മുഖം ഞങ്ങൾ ഇങ്ങനെ കാണുകയാണ്. നീ അവർക്ക് റഹ്മത്തിന്റെ നോട്ടം നൽകണേ, അഫ്വിന്റെ നോട്ടം നൽകണേ, ലുത്ഫിന്റെ നോട്ടം നൽകണേ, ഹിഫ്ദിന്റെ നോട്ടം നൽകണേ. അവരെ ഖബറിലേക്ക് ഒരു സ്വർഗ്ഗവാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിലേക്ക് ഒരു സ്വർഗ്ഗവാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലുകളും ഫാത്തിഹയും അവരെ ഖബറിലേക്ക് ഒരു തണലാക്കണേ അല്ലാ, തുണയാക്കണേ അല്ലാ. എന്റെ ഉറ്റവരും ഉടയവരും കുടുംബങ്ങളും നാട്ടുകാരും എന്നെ മറന്നിട്ടില്ലല്ലോ എന്ന സന്തോഷം അവരെ ഖബറിൽ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ ഇന്നല്ലെങ്കിൽ നാളെ ആ ഖബറിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരുമ്പോ ഇതുപോലെ ഞങ്ങളെയൊക്കെ ഓർത്ത് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളായ കുടുംബങ്ങൾ, മക്കൾ, പ്രവർത്തകരെ നീ നിലനിർത്തണേ അല്ലാ. ആരുടെ സലാമും ലഭിക്കാത്ത തമ്മാടികളെ ഖബറിലാക്കരുതേ അല്ലാ. ആരുടെ ഫാത്തിഹയും കിട്ടാത്ത മൗദൂദി ഖബറിലാക്കരുതേ അല്ലാ. ആരുടെ യാസീനും കേൾക്കാത്ത വഹാബി സലഫി ഖബറിൽ കിടക്കേണ്ട ഹതഭാഗ്യരാക്കരുതേ അല്ലാ. ഖുർആൻ കേൾക്കാത്ത ഖബറിൽ കിടക്കേണ്ട ഭാഗ്യദോഷികളാക്കരുതേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ച് നിർത്തി സ്വാലിഹീങ്ങളെ കൂടെ ചേർക്കണേ അല്ലാ. ഭൂമിയിലെ നിങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. നിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും അയ്ബാക്കല്ലേ അല്ലാ. അർഹമുർ റഹീമേ, രോഗത്തിന് അടിമപ്പെട്ട് കുടുംബത്തിനും മറ്റുള്ളവർക്കും ഞങ്ങളൊരു ഭാരമാകുന്ന അവസ്ഥയിൽ കണ്ണീരിലാക്കല്ലേ അല്ലാ, കഷ്ടപ്പാടിലാക്കല്ലേ അല്ലാ. ക്യാൻസർ രോഗം നൽകല്ലേ അല്ലാ, കിഡ്നി രോഗം നൽകല്ലേ അല്ലാ, ഹാർട്ട് രോഗം നൽകല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ നൽകല്ലേ അല്ലാ. വലിയ വലിയ ഓപ്പറേഷൻ വിധേയമാക്കേണ്ട സങ്കടത്തിലാക്കല്ലേ അല്ലാ. ആരെല്ലാം ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും വീട്ടിലും കുടുംബത്തിലും അറിവിലും ഹോസ്പിറ്റലുകളിലുണ്ടോ എളുപ്പത്തിൽ ശിഫ നൽകണേ അല്ലാ. ഓപ്പറേഷൻ ഉണ്ടോ സന്തോഷത്തിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കണേ അല്ലാ. അർഹമുർ റഹീമേ, കാഴ്ച ശക്തിയിൽ ആഫിയത്ത് നൽകണേ അല്ലാ, കേൾവി ശക്തിയിൽ ആഫിയത്ത് നൽകണേ അല്ലാ, സംസാര ശേഷിയിൽ ആഫിയത്ത് നൽകണേ അല്ലാ. നിങ്ങളുടെ ശരീരത്തിന് മൊത്തം ആഫിയത്ത് നൽകണേ അല്ലാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഓശാരമായി കിട്ടിയ ഒരു അവയവം മാറ്റിവെക്കേണ്ട രോഗം തരണ്ടേ. പടച്ചവനെ, നിങ്ങളെ കേരളത്തിൽ മാത്രം 9,000 ആളുകളാണ് ഞങ്ങൾക്ക് അവയവം മാറ്റിവെക്കാൻ അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്നത്. കണ്ണ് മാറ്റേണ്ടവര്, കരള് മാറ്റേണ്ടവര്, കിഡ്നി മാറ്റേണ്ടവര് ആരൊക്കെയാണ് ക്യൂവിൽ കാത്തു നിൽക്കുന്നത്. നീ കാവലാകണേ അല്ലാ, നീ കാവലാകണേ അല്ലാ, നീ കാവലാകണേ അല്ലാ. പടച്ചവനെ, നിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ഞങ്ങൾ നീ അയൽപത്തരത്തിലാക്കല്ലേ അല്ലാ. പടച്ചവനെ, സാമ്പത്തികമായ ഞെരുക്കത്തിൽപ്പെട്ട് 1 ലക്ഷം കടം, 2 ലക്ഷം കടം, 10 ലക്ഷം കടം, കടങ്ങൾ ഇങ്ങനെ കൂടിയിട്ട് പടച്ചവനെ ഒരു സ്ഥലത്തും വാതിൽ തുറക്കാതെ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി രാത്രി ഉറക്കമില്ല, പകൽ പുറത്തിറങ്ങാൻ വയ്യ, ആരോട് നീ സങ്കടം അവതരിപ്പിക്കാനും പറ്റുന്നില്ല. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. ഫാത്തിഹയുടെ ബർക്കത്തോട് രക്ഷപ്പെടുത്തണേ അല്ലാ, കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. സാമ്പത്തികമായ കുടുക്കൽപ്പെട്ട് ഞങ്ങൾ അയ്പത്തരത്തിലാക്കല്ലേ അല്ലാ. ഹലാലായ വരുമാനത്തിന്റെ മാർഗങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. ഗൾഫിൽ പോയിരിക്കുന്ന മക്കള്, ഭർത്താക്കന്മാര്, കുട്ടികൾ, വേണ്ടപ്പെട്ടവര്, അവർക്കൊക്കെ അവരുടെ വിസയും ജോലിയും ഖൈറായത് നൽകണേ അല്ലാ, ഖൈറായത് നൽകണേ അല്ലാ, ഖൈറായത് നൽകണേ അല്ലാ. എല്ലാ ഉപദ്രവങ്ങൾക്കും കാക്കണേ അല്ലാ. സാഹചര്യങ്ങളെ സിഹർ കാക്കണേ അല്ലാ, മാലിന്യങ്ങളെ ഉൽമ കാക്കണേ അല്ലാ, കണ്ണറിൽ നിന്ന് കാക്കണേ അല്ലാ. കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ചെയ്യാൻ പോകുന്നതിനോട് കാത്തുരക്ഷിക്കണേ അല്ലാ. ചെയ്യുന്ന വല്ലതുണ്ടെങ്കിൽ അതിൽ പിന്തിരിപ്പിക്കണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, കൃഷിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, വരുമാനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കുടുംബസമേതം ഈ ക്ലാസ്സിലെത്തിയ പലരുമുണ്ട്. അവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഈ ക്ലാസ്സിൽ സംബന്ധിച്ചിരുന്ന ബഷീർ മുസ്ലിയാർ, അതുപോലെ തുടങ്ങി പലരും, കല്ലായിരം സ്നേഹിതനടക്കം പലരും മരണപ്പെട്ട കൂട്ടത്തിലുണ്ടല്ലോ. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ മർഹമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഈ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സിൽ ഇസ്സത്തോടുകൂടെ നിലനിർത്താൻ നീ ആവതാക്കണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഫാത്തിഹയുടെ
ഞങ്ങളെ കൽബിന് നല്ല സമാധാനം നൽകണേ അല്ലാഹ്. ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്. ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ വീട്ടിൽ സമാധാനം നൽകണേ അല്ലാഹ്. ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്ഥാപനങ്ങളിൽ സമാധാനം നൽകണേ അല്ലാഹ്. ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം സമാധാനം നൽകണേ അല്ലാഹ്. നാളെ ആഖിറത്തിൽ വരുമ്പോൾ മുസ്തഫായ നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പ്രകാശിക്കുന്ന മുഖം കണ്ട് ആനന്ദിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. കുടുംബസമേതം മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ റബ്ബേ, നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ ഒന്നിച്ച് സിറാത്ത് പാലം അതിവേഗം കടന്ന് ഞങ്ങൾ സ്വർഗ്ഗത്തിലെത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة برحمتك يا رب العالمين. إن شاء الله على التواصل. السلام عليكم.